ഓർത്ത് സ്തോത്രം 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 സ്തോത്രം. ആത്മാവിന്റെ വരങ്ങളും ഫലങ്ങളും ഞങ്ങൾക്കൂടെ വെളിപ്പെടുവാൻ കർത്താവേ സഹായിക്കണമേ സഹായിക്കണമേ സഹായിക്കണമേ. ഹല്ലേലൂയ. എന്നത്തെ ആരാധന കർത്താവേ സ്തോത്രം. ഞങ്ങളെ തന്നെ ശുദ്ധീകരിക്കപ്പെടുവാൻ ഞങ്ങളെ ഒരുക്കണമേ. ബലഹീനതകൾ ഒത്തിരി ഉണ്ട് കർത്താവേ, താഴ്ചകൾ ഒത്തിരി ഉണ്ട് കർത്താവേ, കുറവുകൾ ഒത്തിരി ഉണ്ട് കർത്താവേ. ഞങ്ങൾക്ക് പരിഹരിക്കാൻ കഴിയാത്ത കുറവുകളും താഴ്ചകളൊക്കെ ഒത്തിരി ഉണ്ട് കർത്താവേ, ബലഹീനതകൾ ഉണ്ട് കർത്താവേ. ഇന്ന് പലകാലം ക്ഷമിക്കണമേ, ചോരയാൽ ഞങ്ങളെ കഴുകണമേ കർത്താവേ. നമ്മൾ വിശുദ്ധനായതുപോലെ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. അനുദിനം വചനത്താലും രക്തത്താലും കഴുകണമേ കഴുകണമേ. ഇന്നത്തെ ആരാധനയാണ് ജീവിതം മറക്കാൻ കഴിയാത്തൊരു പൽക്കാലമായി തീരുവാൻ ദൈവം സഹായിക്കണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവത്തെ ദൂതന്മാർ കുനിഞ്ഞു നോക്കുന്ന പകൽക്കാലമാക്കി തീർക്കണമേ കർത്താവേ. സ്തോത്രം 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 സ്തോത്രം. ഞങ്ങൾ കഴിയാത്ത വിഷയങ്ങൾക്കായി സ്തോത്രം സ്തോത്രം. മറുപടി കിട്ടിയിട്ടില്ലാത്ത വിഷയങ്ങൾക്കായി സ്തോത്രം സ്തോത്രം. മറുപടി തന്ന വിഷയങ്ങൾക്കായി സ്തോത്രം സ്തോത്രം. ഞങ്ങൾ കാത്തി ജാഗരിക്കുന്ന വിഷയങ്ങൾക്കായി സ്തോത്രം 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 സ്തോത്രം. എല്ലാ കുറവുകൾക്കും സ്തോത്രം സ്തോത്രം. എല്ലാറ്റിനും നന്ദി കർത്താവേ നന്ദി കർത്താവേ. ഞങ്ങളെ സ്നേഹിച്ചതിന് നന്ദി കർത്താവേ. നിത്യസ്നേഹം കൊണ്ട് ഞങ്ങളെ വീണ്ടെടുത്തതിനായി സ്തോത്രം 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 സ്തോത്രം. ഞങ്ങളുടെ ആത്മാവിന്റെ വീണ്ടെടുപ്പ് സാധിപ്പിച്ച കൃപയ്ക്കായി സ്തോത്രം കർത്താവേ. സ്തോത്രം 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 സ്തോത്രം. ഇന്നത്തെ ആരാധന അനുഗ്രഹമാക്കണമേ 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 കർത്താവേ. ഞങ്ങളെ തന്നെ കഴുകണമേ, താഴ്ത്തി ഏൽപ്പിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. നന്മയെ ആഗ്രഹിച്ചിട്ടും ആഗ്രഹിക്കാത്ത തിന്മ ഞങ്ങൾ ചെയ്യുന്നുണ്ട് യേശുവേ. തിന്മകളും ഞങ്ങളോട് കണക്കിടരുത്, ഞങ്ങളുടെ കുറവുകൾ ഓർക്കരുത് യേശുവേ. ഹല്ലേലൂയ. അവിടുത്തെ സന്നിധിക്കുവാൻ ഹല്ലേലൂയ ദിവസത്തിൽ ഞങ്ങളുടെ കാര്യങ്ങളെ ബലപ്പെടുത്തണമേ കർത്താവേ. സ്തോത്രം 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 സ്തോത്രം. ഞങ്ങളുടെ ജനത്തിന്റെ പ്രവൃത്തികളെല്ലാം തകർക്കണമേ, ഉടയ്ക്കണമേ ഉടയ്ക്കണമേ കർത്താവേ. ആത്മാവിൽ ശ്രേഷ്ഠന്മാരാക്കണമേ, ആത്മാവിൽ ശ്രേഷ്ഠന്മാരാക്കണമേ കർത്താവേ. സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ. കൊരിന്ത് സഭയെ പോലെ കുറവില്ലാത്തവരെ ഞങ്ങളെ തീർക്കണമേ. തെസ്സലോനിക്ക സഭയെ പോലെ വ്യകഷ്ടത്തിൽ കർത്താവിനെ സ്തുതിപ്പാൻ ഹല്ലേലൂയ കൃപ തരണമേ. ഓ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ ഞങ്ങളെ ബലപ്പെടുത്തണമേ 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 ബലപ്പെടുത്തണമേ. യേശുവിന്റെ നാമത്തിൽ ഏഴ് സഭകൾക്കും യോഹന്നാൻ വെളിപ്പാട് കൊടുത്തതുപോലെ അവരെ കറക്റ്റ് ചെയ്ത് മനസ്സാന്തരപ്പെടുത്തിയെടുത്തതുപോലെ കർത്താവേ ഹല്ലേലൂയ. അടിയുടെ കൂട്ടായ്മയെ കർത്താവേ കറക്റ്റ് ചെയ്യണമേ. ഞങ്ങളെല്ലാം ശുദ്ധീകരിച്ചെടുക്കണമേ യേശുവേ. ഹല്ലേലൂയ. വരവിന് വേണ്ടി ഞങ്ങളെ ഒരുക്കണമേ. രണ്ടാമത്തെ വരവിന് വേണ്ടി ഞങ്ങളെ ഒരുക്കണമേ 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 കർത്താവേ. ഞങ്ങളുടെ കണ്ണുകളെ തുറക്കണമേ കർത്താവേ. വെളിപ്പാടില്ലാത്ത ഞങ്ങളുടെ കണ്ണുകളെ തുറക്കണമേ കർത്താവേ. ദർശനമില്ലാത്ത ഞങ്ങളെ ഒരുക്കണമേ കർത്താവേ. സ്തോത്രം 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 സ്തോത്രം. ഞങ്ങളെ തന്നെ കാണുവാൻ, ഞങ്ങളുടെ അകത്തളങ്ങളെ കണ്ടുണരുവാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവേ. ഹല്ലേലൂയ. പുറമെയുള്ളവരെ അകമെയുള്ള മനുഷ്യരെ ബലപ്പെടുത്തുവാൻ ധൈര്യപ്പെടുത്തുവാൻ ഞങ്ങളെ ശക്തീകരിക്കണമേ കർത്താവേ. ഹല്ലേലൂയ. ജഗത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കാൻ ആത്മാവിന്റെ പ്രവൃത്തികൾക്ക് ഹല്ലേലൂയ കർത്താവേ. സ്തോത്രം സ്തോത്രം സ്തോത്രം. നോക്കി പാർക്കുള്ള കൃപ തരണമേ കൃപ തരണമേ. ഹല്ലേലൂയ. ഞങ്ങളെ തന്നെ താഴ്ത്തുന്ന യേശുവേ. സ്തോത്രം സ്തോത്രം സ്തോത്രം. എല്ലാവരും ആത്മാവത്തോട് പ്രാർത്ഥിച്ചാൽ എല്ലാവരും ഏൽപ്പിച്ചു കൊടുത്താൽ ലഭിക്കാത്ത പകൽക്കാലം ദൈവത്തെ സ്തുതിക്കുവാൻ നമുക്ക് കർത്താവ് സഹായിക്കുന്നു. ദൈവത്തിന് നന്ദിയോട് നന്ദിയോട് സ്തുതികരേറ്റാം സ്തുതികരേറ്റാം. ഹല്ലേലൂയ. ഭൂതന്മാരെക്കാൾ ആമേൻ. സ്തോത്രം സ്തോത്രം സ്തോത്രം. നമ്മളെ സ്നേഹിക്കുന്ന കർത്താവ് സ്വന്തം രക്തം കൊണ്ട് നമ്മളെ വിലയ്ക്കുമായി കർത്താവ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം അവിടുത്തെ കർത്തനയെ താഴ്ത്താം, താഴ്ത്തി ഏൽപ്പിക്കാം താഴ്ത്തി ഏൽപ്പിക്കാം താഴ്ത്തി ഏൽപ്പിക്കാം. നമുക്ക് ശുശ്രൂഷകളെ കാര്യങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കാം. ആത്മാവിൽ തുടങ്ങി ആത്മാവിൽ അവസാനിപ്പിക്കുവാൻ ഹല്ലേലൂയ. ദൈവം നമ്മളോട് മനസ്സറിയേണ്ടതിനായി ലോകത്തിൽ ഹല്ലേലൂയ അനേക ആരാധനകൾ നടക്കുമ്പോൾ ആ കൂട്ടത്തിൽ നമ്മുടെ കർത്താവ് കാണേണ്ടതിനായി ഈ ചെറിയ കൂട്ടത്തെ എളിയ കൂട്ടത്തെ സ്തോത്രം ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. പുഷ്ടിയില്ലാത്ത ആമേൻ ബലമില്ലാത്ത നമ്മയൊക്കെ കർത്താവ് ധൈര്യപ്പെടുത്തേണ്ടതിനായി ദൈവം നമുക്ക് തുറന്നു നൽകേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കാണുന്നതോ താൽക്കാലികം, കാണാത്തതോ നിത്യമാക്കിയാൽ അത് വേണ്ടി നമ്മുടെ ആത്മാവിനെ ഒരുക്കേണ്ടതിനായി സ്തോത്രം സ്തോത്രം. നമ്മുടെ ജഡത്തെ ദേഹത്തെ ഈ ആത്മാവിനെ ഹല്ലേലൂയ നിത്യമായതിനു വേണ്ടി ഒരുക്കേണ്ടതിനായി ഇന്നത്തെ ആരാധന നമ്മുടെ ജീവിതത്തിൽ ആത്മീയമായത് പ്രാപിക്കേണ്ടതിനായി നമ്മൾ ഒരുക്കി ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. എന്നെ കഴുകണമേ നമുക്ക് പ്രാർത്ഥിക്കാം. ശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ നിത്യതയിലേക്ക് ഞങ്ങളെ അടുപ്പിക്കുന്ന അവിടുത്തെ സ്നേഹം അനുഭവിച്ചറിയണം. ഞങ്ങളെ സഹായിക്കണമേ 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 കർത്താവേ. ഹല്ലേലൂയ. നമ്മുടെ ശുശ്രൂഷകളായി ദൈവം ആദരിക്കണമേ 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 കർത്താവേ. ഞങ്ങൾക്കെല്ലാം വിശ്വസ്തയുടെ ദൈവനാമകത്വത്തിനായി നിദാനമാക്കണമേ നിദാനമാക്കണമേ. ദൈവരാജ്യം നിങ്ങളുടെ മധ്യത്തിൽ ഉണ്ടല്ലോ എന്ന് കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞല്ലോ. ഇന്ന് ദൈവമഹത്വം വെളിപ്പെടുവാൻ, ദൈവരാജ്യം വെളിപ്പെടുവാൻ കർത്താവ് സഹായിക്കണമേ സഹായിക്കണമേ സഹായിക്കണമേ. യേശുവിൻ നാമത്തിൽ കടന്നുവരാൻ ആഗ്രഹിക്കുന്നവരെ ഏൽപ്പിക്കുന്ന യേശുവേ. സ്തോത്രം സ്തോത്രം സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ കടന്നവർക്കായി സ്തോത്രം സ്തോത്രം സ്തോത്രം. വിഷയങ്ങൾക്കായി സ്തോത്രം സ്തോത്രം. പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്കായി സ്തോത്രം 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 സ്തോത്രം. കർത്താവേ എല്ലാ ജനങ്ങൾക്കായി കുടുംബങ്ങൾക്കായി സ്തോത്രം. ഞങ്ങളുടെ കുടുംബങ്ങളെ നിർത്തിക്കുറയ്ക്കായി സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തോത്രം. പരിശുദ്ധനായ ദൈവമേ, കർത്താവേ നല്ല സമയത്തിനാണ് ഞങ്ങളെ സ്തുതിക്കുന്നു.
ആഴ്ചവട്ടത്തിന് 1-ാം നാളെ സ്തുതിപ്പാൻ കർത്താവെ അധികാലത്ത് ഇരുട്ടുള്ളപ്പോൾ തന്നെ മറിയായും മറ്റേ മറിയും കല്ലറയിലേക്ക് ചെന്നതുപോലെ പ്രതികൂലങ്ങളെ അവഗണിച്ച് അവർ കർത്താവിനെ കണ്ടതുപോലെ ഇന്ന് പകൽക്കാലം കർത്താവേ സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. ഞങ്ങൾ കഴിശുദ്ധീകരിക്കണം. ഇരുട്ടുകളെ ദൈവം മാറ്റണമേ. കർത്താവിനെ കാണുവാൻ പകൽക്കാലം സഹായിക്കണമേ. ഇന്നത്തെ ആരാധനയുടെ ജീവിതത്തിൽ മഹത്വത്തിന് കാരണമാക്കണമേ. അവിടുത്തെ മഹത്വം വെളിപ്പെടുവാൻ സഹായിക്കണമേ. ആത്മീയമായതല്ലാത്ത ഒന്നുകൂടെ വെളിപ്പെടുവാൻ, ഒരു ജഡത്തിന്റെ ശക്തിയുടെ, ഒരു ജഡത്തിന്റെ ഇച്ഛകളോട് വെളിപ്പെടാൻ ഇടവരുത്താതെ ആമേൻ സ്വർഗത്തിലെ ദൈവത്തിന്റെ അത്ഭുതകരം ആത്മാവിൽ ഞങ്ങൾ കണ്ട് കർത്താവിനെ ആരാധിപ്പാൻ സഹായിക്കണമേ. കൂടിക്കൊള്ളൊരു മക്കൾക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവ് എല്ലാവരും ദൈവം സഹായിക്കുവാനാകണമേ. എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കുവാനാകണമേ. ചെറുതും വലുതുമായ വിഷയങ്ങളിൽ ദൈവം കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ നടത്തിയല്ലോ, ഞങ്ങളെ വിടുവിച്ചല്ലോ, ഞങ്ങൾക്ക് തുടങ്ങുന്നല്ലോ. ജീവൻ ഭക്തിയുടെ എല്ലാ നന്മകളും ഒരുക്കിയല്ലേ. ഞങ്ങൾ ചോദിക്കാത്തതും ചോദിച്ചതും നിരച്ചതും അത്യന്തപരമായി ശ്രേഷ്ഠമായി കർത്താവെ ഞങ്ങളെ പോറ്റിപ്പിടുത്തിയ ദൈവകൃപയ്ക്കായി ഞാൻ നന്ദി പറയുന്ന യേശോപ്പാ. ഹല്ലേലൂയ. ഭാഷകൾ പോരെ കർത്താവേ, വാക്കുകൾ പോരെ കർത്താവേ. ഇന്ന് പകൽക്കാലം സ്തോത്രം ചോദിച്ചതും നിരച്ചതും അത്യന്തപരമായി ഞങ്ങളെ നടത്തിക്കൃപയ്ക്കായി സ്തോത്രം ചെയ്യുകയാണ്. അന്ന് പകൽക്കാലം ഹല്ലേലൂയ. ദൈവം ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളെ ആരാധിപ്പാൻ ഞങ്ങളെ ഒരുക്കണമേ. ഞങ്ങൾ ആത്മാവിനെ ദൈവത്തിലേക്ക് കർത്താവ് ശുദ്ധീകരിക്കണമേ. നിങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. കടന്നവരെ ആഗ്രഹിക്കുന്ന യാത്രയിൽ അയക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവാത്മ കൊണ്ട് ചേർക്കണമേ കർത്താവെ. ആരാധിക്കുമ്പോൾ ദൈവത്തിന്റെ മഹത്വം ഞങ്ങൾ വെളിപ്പെടുവാൻ സ്വർഗ്ഗം സഹായിക്കണമേ കർത്താവ്. നല്ല സങ്കീർത്തനങ്ങൾ തരണമേ. ആമേൻ. ഹല്ലേലൂയ. നല്ല ജീവനുള്ള ദൈവവചനം, ജീവന് തണുപ്പായ വചനം കേട്ട് ഞങ്ങൾ ബലപ്പെടുവാൻ ആത്മാവിൽ നിറഞ്ഞവരായ സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും അങ്ങനെ സ്തുതിപ്പാനും ആരാധിപ്പാനും ഒക്കെ കർത്താവ് തുണ നിൽക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എല്ലാവരും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വെള്ളിയാഴ്ച നടക്കുന്ന പ്രാർത്ഥനകളൊക്കെ ഏറ്റവും അനുഗ്രഹമാക്കണമേ. ഇന്ന് പൽക്കാലം കൃപ പ്രാപിച്ച് മടങ്ങി പോവാൻ, പ്രതികൂലങ്ങളെ ആത്മാവ് ജയിക്കുവാൻ, ഞങ്ങൾ തോറ്റു പോകുന്നവരായിട്ടല്ല കർത്താവെ, ഞങ്ങൾ തടുത്തു പോകുന്നവരായിട്ടല്ല കർത്താവെ, ഞങ്ങൾ ഭയപ്പെടുന്നവരായി തീരുവാൻ അല്ല കർത്താവെ. സ്തോത്രം. അവിടുത്തെ കൃപ പ്രാപിച്ച്, ബലം പ്രാപിച്ച്, ധൈര്യം പ്രാപിച്ച് ദുഷ്ടലോകത്തെ ജയിപ്പാൻ കൃപ തന്നാട്ട് കരുത്തിലെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന അവന്റെ കൃപയ്ക്കായി സ്തോത്രം. സകല യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഇന്ന് പൽക്കാലം കടന്ന എല്ലാവർക്കും കർത്താവ് യേശുവിൻ നാമത്തിൽ ആരാധനയിലേക്ക് സ്വാഗതം. എല്ലാവരും കർത്താവ് സഹായിക്കട്ടെ. കഴിഞ്ഞ ചില ദൈവം നമ്മളെ കാത്തല്ലോ. കർത്താവിന്റെ കൃപ നമ്മുടെ മേൽ പകർന്നു. അനർത്ഥങ്ങളും ആപത്തുകളൊക്കെ നമ്മുടെ തലയ്ക്ക് വിധ കടന്നുപോയപ്പോഴെല്ലാം കർത്താവിന്റെ കരുണ ശക്തിയുടെ കീഴിൽ നമ്മുടെ ദൈവം മറച്ചു. നിത്യ തേജസ് നമ്മളെ ചുറ്റി. ഹല്ലേലൂയ. മുമ്പിൽ പ്രതികൂലങ്ങളെയൊക്കെ ജയിക്കാനുള്ള കൃപ ദൈവം തന്നു. നമ്മളറിയാതെ പ്രശ്നങ്ങൾ മാറിപ്പോയി. നമ്മളറിയാതെ സാഹചര്യങ്ങൾ നമുക്ക് ദൈവം അനുകൂലമാക്കി തന്നു. ഹല്ലേലൂയ. നമ്മളറിയാതെ പ്രതിസന്ധികൾ നമ്മളെ വിട്ട് വഴി മാറുവാൻ ദൈവം ഇവിടെ വരുത്തിയെങ്കിൽ ആമേൻ. ഹല്ലേലൂയ. ആദരയാഗമാകുന്ന സ്തോത്രാർപ്പണം നമുക്ക് കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. സ്തോത്രം. വേദോസം പറയുന്നു ഹൃദയം ആമേൻ നിറഞ്ഞു കവിയുന്നത്രേ വായി സംസാരിക്കുന്നതാകിയാൽ ഇന്ന് രാവിലെ ഹൃദയം തുടിക്കട്ടെ. കർത്താവിനെ സ്തുതിപ്പാൻ നമ്മുടെ നാവുകൾ, അധരങ്ങൾ ചലിക്കട്ടെ. നമ്മുടെ കരങ്ങൾ 10 കമ്പിയുള്ള വീണയായി ദൈവത്തെ ആരാധിക്കുവാൻ ആമേൻ. സ്തോത്രം. ഇന്ന് പകൽ ഇടവരുത്തുമാറാകട്ടെ. ചില പാട്ടുകൾ നമുക്ക് പാടി ദൈവത്തെ സ്തുതിക്കാം, ആരാധിക്കാം. എല്ലാവരും ആത്മാർത്ഥമായി എല്ലാവർക്കും അറിയാവുന്ന പാട്ടുകളാണ്, നമ്മൾ പാടിയിട്ടുള്ള പാട്ടുകളാണ് പാടാൻ പോകുന്നത്. ആമേൻ. ഹല്ലേലൂയ. തിരഞ്ഞെടുപ്പാൻ എന്നെ മായിക്കുവാൻ എന്നിലെന്തു നീ കണ്ടേ യേശുവേ. എന്നെ തിരഞ്ഞെടുപ്പാൻ എന്നെ മായിക്കുവാൻ എന്നിലെന്തു നീ കണ്ടേ യേശുവേ. ഒരു യോഗ്യതയും പറയാനില്ലയേ, കൃപയൊന്നു മാത്രം യേശുവേ. ചെറുപാടാം. എന്നെ തിരഞ്ഞെടുപ്പാൻ എന്നെ മാനിക്കുവാൻ എന്നിലെന്തു നീ കണ്ടേശുവേ. എന്നെ തിരഞ്ഞെടുപ്പാൻ എന്നെ മാനിക്കുവാൻ എന്നിലെന്തു നീ കണ്ടേശുവേ. ഒരു യോഗ്യതയും പറയാനില്ലയേ, കൃപയൊന്നു മാത്രം യേശുവേ. ഒരു യോഗ്യതയും പറയാനില്ലയേ, കൃപയൊന്നു മാത്രം യേശുവേ. സാമാന്യ
ഓർത്തു സഹിച്ചുവല്ലോ. അതിദാരുണമാം കാൽവറി ബാലയും എന്നെ ഓർത്തു സഹിച്ചുവല്ലോ. എന്നെ തിരഞ്ഞെടുപ്പാൻ, എന്നെ മാനിക്കുവാൻ, എന്നിലെന്തു നീ കണ്ടേശുവേ. എന്നെ തിരഞ്ഞെടുപ്പാൻ, എന്നെ മാനിക്കുവാൻ, എന്നിലെന്തു നീ കണ്ടേശുവേ. ഒരു യോഗ്യതയും പറയാനില്ലയേ, കൃപയൊന്നു മാത്രം യേശുവേ. ഒരു യോഗ്യതയും പറയാനില്ലയേ, കൃപയൊന്നു മാത്രം യേശുവേ. മരിപ്പാൻ, എനിക്കായി സഹിപ്പാൻ, എന്നിലെന്തു നീ കണ്ടേശുവേ. എനിക്കായി മരിപ്പാൻ, എനിക്കായി സഹിപ്പാൻ, എന്നിലെന്തു നീ കണ്ടേശുവേ. ഒരു മാന്യതയും പറയാനില്ലയേ, ദയയൊന്നു മാത്രം യേശുവേ. ഒരു മാന്യതയും പറയാനില്ലയേ, ദയയൊന്നു മാത്രം യേശുവേ. എന്നെ തിരഞ്ഞെടുപ്പാൻ, എന്നെ മാനിക്കുവാൻ, എന്നിലെന്തു നീ കണ്ടേശുവേ. എന്നെ തിരഞ്ഞെടുപ്പാൻ, എന്നെ മാനിക്കുവാൻ, എന്നിലെന്തു നീ കണ്ടേശുവേ. ഒരു യോഗ്യതയും പറയാനില്ലയേ, കൃപയൊന്നു മാത്രം യേശുവേ. ഒരു യോഗ്യതയും പറയാനില്ലയേ, കൃപയൊന്നു മാത്രം യേശുവേ. ഒരു യോഗ്യതയും പറയാനില്ലയേ, കൃപയൊന്നു മാത്രം യേശുവേ. ഒരു മാന്യതയും
എന്നിലെന്തു നീ കണ്ടേശുവേ, ഒരു യോഗ്യതയും പറവാനില്ലയേ, കൃപയൊന്നു മാത്രം യേശുവേ, ഒരു യോഗ്യതയും പറയാനില്ലയേ, കൃപയൊന്നു മാത്രം യേശുവേ, ഒരു മാന്യതയും പറയാനില്ലയേ, ദയയൊന്നു മാത്രം യേശുവേ, ഒരു മാന്യതയും പറയാനില്ലയേ, ദയയൊന്നു മാത്രം യേശുവേ, കൃപയാൽ 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 കൃപയൊന്നു മാത്രം യേശുവേ, കൃപയാൽ 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 ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ കൃപയാണ് നമ്മെ ഇന്നേ കൊണ്ടുവന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അല്ലേ ദൈവമക്കളെ, നമുക്ക് പ്രശംസിക്കാൻ ഒന്നുമില്ല. ദൈവത്തിന്റെ ദയ, വിശ്വസ്തത, എന്തിനേറെ ആഴമേ. പൗലോസ് പറയുകയാണ്, എനിക്ക് ചിന്തിക്കാനും നിനയ്ക്കാനും കഴിയത്തില്ല. ദൈവ സ്നേഹം, ദൈവത്തിന്റെ ദയയും ദീർഘശാന്തിയും അതൊക്കെ എനിക്ക് അനുഭവിച്ചറിയാൻ കഴിയണമെങ്കിൽ എന്ത് ചെയ്യണം? പൗലോസ് പറഞ്ഞ മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. ആമേൻ. അവിടെയാണ് എനിക്ക് ആത്മാവിന്റെ ആഴത്തിലേക്ക് ഇറങ്ങിയതുകൊണ്ടാണ് ദൈവത്തിന്റെ ദയയെ പറ്റി തിരിച്ചറിയാൻ കഴിഞ്ഞത്. സാധ്യമേ, എല്ലാം സാധ്യമേ, യേശുവിൻ കൂടെയുള്ളത്. സാധ്യമേ, എല്ലാം സാധ്യമേ, യേശുവിൻ കൂടെയുള്ളതാ. അസാധ്യമായ എനിക്കൊന്നുമില്ല, ശക്തനാക്കുന്നവൻ മുഖാന്തിരം. അസാധ്യമായ എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം. എന്നിൽ നിറച്ചെന്നെ ജയാളിയായി നടത്തുന്നു.
ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചാട്ടെ. ദൈവസാന്നിധ്യം ഇറങ്ങി വരുന്നു. ആത്മാവിൽ കാണുന്നവർക്ക് ഇറങ്ങിയിരിക്കാൻ കഴിയത്തില്ല. താങ്ക് യു ജീസസ്. എല്ലാ കണ്ണും മടഞ്ഞിരിക്കട്ടെ. പരിശുദ്ധാത്മാവേ, നല്ല സമയത്തിനായി നീ കൂട്ടിക്കൊണ്ടുവന്ന ജനത്തിനായി വരുവാനുള്ളവർക്കായി അങ്ങനെ ദിവ്യ സാന്നിധ്യം എല്ലാവരും ഇറങ്ങി വരട്ടെ. നല്ല സമാധാനം വരട്ടെ, നല്ല വിടുതൽ വരട്ടെ. കർത്താവേ, വേദനയോട് വന്നവർ, പ്രയാസത്തോടെ വന്നവർ, കഷ്ടതയോടെ വന്നവർ, ഞെരുക്കത്തോടെ വന്നവർ, മനസ്സ് തളർന്നു വന്നവർ, അലട്ടുന്ന വിഷയങ്ങൾ, വേദനിപ്പിക്കുന്ന ഭാരങ്ങൾ എല്ലാം ഇന്ന് ഉരുകി മാറുവാൻ, ഒരു ഐസ്ക്രീം ഉരുകി പോകുന്നത് പോലെ, ഒരു മഞ്ഞൾക്കട്ട ഉരുകി പോകുന്നത് പോലെ, ഉപ്പ് കരഞ്ഞു പോകുന്നത് പോലെ, പഞ്ചസാര ഉരുകി പോകുന്നത് പോലെ മനസ്സിന് എല്ലാം ഉരുകി മാറി യേശുവാകുന്ന തീയിൽ കുളിച്ച് കരകയറുവാൻ, അഗ്നിയിലാകുവാൻ, പുതിയ ഒരു ചൈതന്യം ലഭിക്കുവാൻ എല്ലാവരും സമർപ്പിക്കുന്നു. എല്ലാവരും ഏൽപ്പിക്കുന്നു. സങ്കീർത്തനം വായിക്കുന്ന അങ്ങനെ മകളെ അനുഗ്രഹിക്കണമേ, ബലപ്പെട്ട് ശക്തീകരിക്കണമേ, രക്തകോട്ടയം മറയ്ക്കണമേ, ഏൽപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. താങ്ക് യു. എല്ലാവരും ബൈബിൾ കേട്ടത്. ഇന്ന് സങ്കീർത്തനം ലിറ്റിയ വായിക്കുന്നത്. നമുക്ക് പ്രതി വാക്യമായിട്ട് വായിക്കാം. സങ്കീർത്തനങ്ങൾ 34 എല്ലാവരും എടുത്തെന്ന് വിശ്വസിക്കുന്നു. അവസാനത്തെ 2 വാക്യങ്ങൾ നമ്മൾക്ക് എല്ലാവർക്കും ചേർന്ന് വായിക്കുന്നു. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിന്മേലിരിക്കും. എന്നോട് ചേർന്ന് യഹോവയെ മഹിമപ്പെടുത്തുവീൻ, നാം ഒന്നിച്ച് അവന്റെ നാമത്തെ ഉയർത്തുക. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. യഹോവയുടെ ദൂതൻ അവന്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നു. യഹോവയുടെ വിശുദ്ധന്മാരെ, അവനെ ഭയപ്പെടുവീൻ, അവന്റെ ഭക്തന്മാർക്ക് ഒന്നിനും മുട്ടില്ലല്ലോ. മക്കളെ, വന്ന് എനിക്ക് ചെവി തരുവീൻ, യഹോവയോടുള്ള ഭക്തിയെ ഞാൻ ഉപദേശിച്ചു തരാം. ദോഷം ചെയ്യാതെ നിന്റെ നാവിനെയും വ്യാജം പറയാതെ നിന്റെ അധരത്തെയും കാത്തുകൊള്ളുക. യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവന്റെ ചെവി അവരുടെ നിലവിളിക്കും തുറന്നിരിക്കുന്നു. നീതിമാന്മാർ നിലവിളിച്ചു, യഹോവ കേട്ടു, സകല കഷ്ടങ്ങളിൽ നിന്നും അവരെ വിടുവിച്ചു. നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, അവ എല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു. അവസാനത്തെ 2 വാക്യങ്ങൾ എല്ലാവർക്കും ചേർന്ന് വായിക്കാം. അനർത്ഥം ദുഷ്ടനെ കൊല്ലുന്നു, നീതിമാനെ പകയ്ക്കുന്നവർ ശിക്ഷ അനുഭവിക്കും. യഹോവ തന്റെ ദാസന്മാരുടെ പ്രാണനെ വീണ്ടുകൊള്ളുന്നു, അവനെ ശരണമാക്കുന്നവരാരും ശിക്ഷ അനുഭവിക്കുകയില്ല. ഇവിടെ ആയിരിക്കുന്ന ദൈവമക്കൾ, ആദ്യമായി കടന്നു വന്നവർ ഏവർക്കും വേഗം വരുന്ന യേശു നാമത്തിൽ എന്റെ സ്നേഹം അറിയിക്കുന്നു. കർത്താവ് നമ്മെ സർവ്വം അനുഗ്രഹിക്കട്ടെ. ഇന്നലെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഇടയിൽ ഇടപെട്ടിരുന്നു. വളരെ അത്ഭുതമായി നമ്മെ നടത്തിയിരുന്നു. നമ്മെ അനുഗ്രഹത്തോടെ അവൻ വഴി നടത്തിയിരുന്നു. പക്ഷേ ഇന്നും ദൈവത്തിന്റെ പ്രസൻസ് നമ്മെ നിറച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനെന്നെ കണ്ട പാകം എന്ന് ചോദിച്ചാൽ മേഴ്സിന്ന് ഒത്തിരി പാട്ട് പാടി ഞാനത് ശ്രദ്ധിച്ചിരുന്നു. അത് നിയോഗം തന്നെയാണ്.
ഈ പാട്ടിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അഭിഷേകത്തെ ഊറ്റി തന്നുകൊണ്ടേയിരിക്കും. ഇന്ന് രാവിലെ ഒത്തിരി വേദനയുള്ള വാർത്തകളാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ആരെടുത്താലും എല്ലാം പ്രയാസങ്ങളാണ്. പക്ഷെ ആ പ്രയാസത്തിനിടയിലും ദൈവം നമുക്ക് വേണ്ടി ഒരു നീതി സൂര്യൻ. ആരാധനയെ ഉപേക്ഷിക്കുന്നവനെ ദൈവം ഉപേക്ഷിക്കും. ആരാധന എവൻ ഉപേക്ഷിക്കുന്നോ അവനെ ദൈവം ഉപേക്ഷിക്കും. ആരാധന ഉപേക്ഷിക്കുന്നതിന് അർത്ഥം എന്തോ? യേശു ഉപേക്ഷിക്കുന്നതാ അല്ലേ? നാം ഇത് മനസ്സിലാക്കി വേണം ദൈവത്തെ ആരാധിക്കാൻ. ദൈവത്തെ മനസ്സിലാക്കി നീ ആരാധിക്കുന്നുണ്ടെങ്കിൽ ദൈവം നിന്നെ മനസ്സിലാക്കി തരും. ഞാൻ എപ്പോഴും പറയും, നിങ്ങൾ ആരാധന മുടക്കരുത്. എപ്പോഴും ദൈവാത്മാവ് ശക്തിയുള്ളവരായിരിക്കും. ദൈവത്തോട് ചെയ്യുന്നിരിക്കും. ഇനി ഞാൻ പറയാ, ഞാൻ ഇന്നലെ പോയ വലിയ സമ്പത്തിലാണ്, 2 നില വീടും എല്ലാം ഉള്ളവരാ. അതിന് കാര്യമുണ്ടോ? അവള് 2 കിഡ്നി ഔട്ടായിരുന്നു. അറ്റാക്ക് വന്നു. അവള് നെഞ്ചുവേദന കണ്ടപ്പോൾ അറ്റാക്കാണ്. അവളത് മനസ്സിലാക്കി. അതേ സമയത്തിൽ ഒന്നു വേണ്ട, ദൈവമേ എന്നെ വിടുവിക്കുന്ന ദൈവമേ, എനിക്ക് എല്ലാം നീ തന്നെയാ എന്നൊരു വാക്ക് നീ ശരിക്കൊന്ന് പറഞ്ഞു നോക്കും. ദൈവം കൈവിടത്തില്ല. ഞാനിപ്പോ മേഴ്സി ഇവിടെ പാട്ട് പാടിക്കൊണ്ടിരിക്കുക. സുമിയെ ഞാൻ നോക്കണം, പിന്നാലെ നോക്കിയോളൂ. ഞാൻ എല്ലാവരും ശ്രദ്ധിക്കും. ഞാൻ നോക്കിയപ്പോ ഒരാൾ അവിടെ പിന്നാലെ നിൽക്കുക. അവളാ ഭിത്തിയോടെ ചേർന്ന് ദൈവത്തെ നിലവിളിക്കുന്നു. പക്ഷെ അവിടെ പിന്നാലെ മൂലയ്ക്ക് ഒരാൾ നിൽക്കുന്നു. പക്ഷെ എന്നാ വെള്ളം വസ്ത്രം എന്നറിയാം. അപ്പൊ ഞാനും ഓർത്തേന്നറിയാമോ, സുമിയുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ പ്രസംഗം പിന്നെ നിൽക്കുന്നുണ്ട്. ഇവിടെ ആരാധന വെളിപ്പെടുന്നു, അവിടെ പിന്നെ അവൾ ഭിത്തിയോട് ചേരുക. അതിനകത്ത് തന്നെ യേശുവോട് ചേരുന്ന പാത്രമാണ്. ഇപ്പൊ പറയുമ്പോ തന്നെ അവിടെ കാലിപ്പുറത്തി പാസ് ചെയ്യുക. അത്ര ശക്തി നമ്മുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇരുപ്പ് ഉറക്കത്തില്ല. തീർച്ചയായും നമുക്ക് അസരിക്കാൻ പറ്റത്തില്ല. പരിശുദ്ധാത്മ കുടഞ്ഞു കളയുന്നു. കാരണം അവന്റെ പേര് പറഞ്ഞാൽ അവൻ ഉള്ളവൻ ചലിക്കുന്നു. അവന്റെ ഭാഗം അങ്ങനെയാണ്, അവൻ ചലിക്കും. ഇപ്പൊ ദൈവത്തിന്റെ വെളിപ്പാട് ശരിയാണെങ്കിൽ സുമിക്ക് അവിടെ ഇരിപ്പ് അടക്കത്തില്ല. അവിടെ ഇപ്പൊ ഇവിടെ വരും. അതിന് ശക്തി അങ്ങനെയാണ്, അതിന് പാകവും ശക്തി അങ്ങനെയാണ്. ചിലപ്പോ നമുക്ക് തോന്നുന്നു ഇതല്ല. നോ, ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവ് അനുഭവിക്കുന്നവൻ ഉരുണ്ട് ആരാധിക്കും, ചാടി ആരാധിക്കും, അമ്മന്ന് ആരാധിക്കും. അത് അവൻ ദൈവമാണ്, നമുക്ക് പറ്റില്ല. അത് ഹോളി സ്പിരിറ്റിന്റെ ഒരു പ്രത്യേകതയാണ്. ഞാൻ തൂക്കി നോക്കുന്നത് പരിശുദ്ധാത്മാവിൽ നാം എത്ര ശതമാനം വളർന്നിട്ടുണ്ട്. വേറെ ആർക്കല്ല, നിത്യജീവൻ പ്രാപിക്കാനുള്ളത് മാത്രമാണ്. ജോമോൾ എണ്ണിച്ച് ആ ചേച്ചിയെ കയ്യെ പിടിച്ചെന്ന് വിളത്താൻ. നീ അവിടെ ഇരുന്നോ? ആ, കയ്യെ പിടിച്ചാ മതി. ആ, എണ്ണിപ്പിച്ചാ മതി. ഇവിടെ 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 ഇരുവിട്ടേ. നിങ്ങൾ ഒരു പാത്രത്തിൽ വെള്ളം നിറച്ച് വെച്ചാൽ ആ വെള്ളമുള്ള പാത്രത്തിൽ നീ കൈയിടുമെങ്കിൽ നിന്റെ കൈ ഉറപ്പായിട്ട് നനയും. അല്ലേ? പരിശുദ്ധാത്മാവ് നിറഞ്ഞിരിക്കുന്ന ഒരാളെ നീ തൊട്ടാൽ പരിശുദ്ധാത്മാവ് നിറയും. ഇപ്പൊ ഇവര് രണ്ടുപേരെ കാട്ടിൽ അമറാൻ പോകുന്ന ആരാ? ജോമോളാണ്. ഇവിടെ സ്നാനപ്പെടുത്തി ഒരാഴ്ച പോലും ആയിട്ടില്ല. കാരണം ഇവിടെ ഇപ്പൊ ശ്വാസം വലിച്ചെടുക്കും. അതിൽ കൂടെ കയറി പോകുന്ന തീ കുടഞ്ഞു കളയും. ഏലിയാവിന്റെ ദൈവത്തിന് ശക്തി ഉണ്ടല്ലോ, 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 ഉണ്ടല്ലോ. അത് അത് അതിന്റെ ജോലി ചെയ്യും അവിടെ. ഇനി അവക്ക്
അവൾക്ക് ഇരിക്കാൻ പറ്റത്തില്ല, നിൽക്കാൻ പറ്റത്തില്ല, കിടക്കാനും പറ്റത്തില്ല. അവൾ എന്ത് ചെയ്യും? അവനെ തൊടണം. എന്നെ തൊടണമേ, ബെറ്റി ആന്റി, നിന്റെ വലത് കൈ ഒരാൾ പിടിക്കുന്നു. ഇപ്പോൾ ഇവരെക്കാട് സ്പീഡിൽ നീ ഫ്രണ്ടിൽ വരുമ്പോൾ, കാരണം നിന്റെ മകളുടെ മകൻ എന്നെക്കാട്ടും തീയിറക്കുന്ന ഒരു അഭിഷക്തനെ ഞാൻ കാണാൻ പോകുന്നു. അത് അടയാളം. എന്നെ തൊടരുമേ, നിൻകരം എന്നിൽ പെടണമേ. ഉയവനേ എന്നെ തൊടരുമേ, നിൻകരം എന്നിൽ പെടണമേ. എവരാൽ വിധിക്കപ്പെട്ടേനോ അവരാൽ മതിക്കപ്പെട്ടേനേ, എവരാൽ വിധിക്കപ്പെട്ടേനോ അവരാൽ മതിക്കപ്പെട്ടേനേ. യേശുവേ 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 യേശുവേ. ഞാൻ എന്തിനാ ഇത് പറയുന്ന അറിയാമോ? എന്റെ ഡാഡി ഇവിടെ നിൽപ്പുണ്ട്, എന്റെ അപ്പ ഇവിടെ നിൽക്കുമ്പോ ഞാൻ ഒരാൾ തലയെ കൈ വെച്ചത് 1/2 കിലോ കൂടെ തെള്ളോണ്ട് ആവശ്യം എനിക്കില്ല. അവന്റെ മക്കൾ അവൻ തൊഴട്ടെ. നീരെന്നെ മെനയും പോലെ പലമുறை നാം കെട്ട് പോലെ, നീരെന്നെ മെനந்த பின்பும் வெகு தூரம் விட்டு போனேன். நீரென்னை மெனையும் போது பலமுறை நான் கெட்டு போனேன். நீரென்னை மெனைந்த பின்பும் வெகு தூரம் விட்டு போனேன். மண்ணென்று எறியாமல் பொன்னென்று சேர்த்து கொண்டீரே, மண்ணென்று எறியாமல் பொன்னென்று சேர்த்து கொண்டீரே. യേശുവേ 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 യേശുവേ. ആരെ നിന്റെ 2 കാലുകൾക്കും ബലം കുറയുന്നു, നീ നിലത്തിൽ വീഴുന്നു. അവന്റെ കൈ നിന്റെ ശിരസിന്മേൽ വയ്ക്കുന്നു. അവന്റെ ശക്തി ഉണ്ടല്ലോ, അതൊരു പ്രത്യേകതയാണ്. ഇന്നലെ പിന്നാലെ അറ്റത്തിൽ പോയി, നമ്മുടെ ബിനുവിന്റെ വൈഫ് പിന്നാലെ അറ്റത്തിൽ പോയിരുന്നു, ഏറ്റവും പിന്നാലെ അറ്റത്തിൽ. എനിക്ക് അറിയത്തില്ല, സാധാരണമായിട്ട് അവൾ ഫ്രണ്ട് ഇരിക്കുന്നുള്ള എന്ത് പറ്റിയും ഞാൻ നോക്കിയത്. ഡാഡി പറഞ്ഞു നീ അവളെ വിളിക്കാൻ പറഞ്ഞു. അവളെ അമ്മോളെ വിളിച്ചാ ഓടി വന്നു. ഇപ്പൊ എന്റെ ഡാഡി നിൽക്കുന്നത് ഇവിടെയാ. ഇവിടെ നിൽക്കുന്ന എന്റെ അപ്പ നോക്കുന്ന ഇപ്പൊ ശ്യാമിലിയ മുഖം നോക്കുക. ശ്യാമിലി ഇന്നലെ വീട്ടിൽ പോയി ഒത്തിരി കരഞ്ഞു. എന്റെ അമ്മ അത് പറഞ്ഞു, അവർ ഇത് പറഞ്ഞിട്ടും അപ്പ നീ എന്നെ കൈവിട്ടില്ലല്ലോ, എന്നെ ഒറ്റപ്പെടുത്തിയില്ലല്ലോ.
നീ അത് അറിഞ്ഞ തൊട്ടല്ലോ എന്നുള്ള വാക്കാണ് ഇന്നലെ സാമിലിയെ ചിന്തിപ്പിച്ചിരുന്നത്. ഇപ്പൊ എന്റെ ഡാഡി നോക്കുന്ന അവളെ കണ്ണിലോട്ടാണ്. അവൻ അവിടെ അവന്റെ മകളുടെ കണ്ണിലോട്ട് നോക്കുമ്പോൾ അവന്റെ കണ്ണിൽ നിന്ന് പുറപ്പെടുന്ന ശക്തി, ആകർഷിക്കുന്ന പവർ ഹോളി സ്പിരിറ്റ് അല്ലേ, യേസപ്പല്ലേ. യെസ്, പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ നമ്മൾ ആരും ഇവിടെ വരികയില്ല. അത് അവന്റെ ആകർഷണമാണ്, അത് ഭയങ്കര അട്രാക്റ്റീവാണ്. ഇപ്പൊ അവൻ കറക്റ്റാ നോക്കുന്നത് സാമിലിയുടെ മുഖത്തോട്ടാണ്. സാമിലി എങ്ങനെ ഫ്രണ്ടിൽ വരും നോക്കിക്കോ, ഇപ്പൊ വരുന്നവരെ നോക്കിക്കോ. ഞാൻ ഇവിടുന്ന് പറയുക, കാരണം നോക്കിയാൽ ഡാഡി അവളെ നോക്കുന്നു, ഞാൻ നോക്കിയപ്പോ കറക്റ്റ് അവൻ പ്രകാശം അവിടെ മുഖത്തെ ടച്ച് ചെയ്യുന്നുണ്ട്. ഇപ്പൊ അവൾ എങ്ങനെ ചാടിയാ വരുന്നത്, എന്ത് വരുന്നറിയാം, വരുവാനുള്ള ക്രിസ്തു നീ തന്നെയാ എന്ന് മാർത്തായും മറിയായും നിലവിളിച്ചത് സത്യം. എന്താ വിഷയം? സ്വന്തം സഹോദരൻ മരിച്ച് അടക്കം ചെയ്ത് കിടക്കുക അവിടെ. നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവൻ മരിക്കയില്ലെന്ന് പറഞ്ഞവൾ, നാറ്റം വെച്ച് തുടങ്ങിയവൾ പറയുക, വരുവാനുള്ള ക്രിസ്തു നീ തന്നെയാ. അയ്യോ, വരുവാനുള്ള ക്രിസ്തു നീ ആണെങ്കിൽ സാമിലി ഇപ്പൊ തുടങ്ങും അവിടെ. ഇത് പിതാവിന്റെയും ഇത് പുത്രന്റെയും ഇത് പരിശുദ്ധാത്മ നാമത്തിൽ എല്ലാ മുട്ടുമടങ്ങും. ഒരു മുട്ട് നിൽക്കുകയില്ല അവന് മുമ്പേ, ഒരു മുട്ട് പോലും നിൽക്കാതെ മുട്ടുകൾ മടക്കിപ്പിക്കുന്ന നാമം, അത് യേശുവിന്റെ നാമം. കുര്യവനെ എന്നെ തൊടണമേ, കരം എന്നിൽ പെടണമേ. കുര്യവനെ എന്നെ തൊടണമേ, കരം എന്നിൽ പെടണമേ. കുര്യവനെ എന്നെ തൊടണമേ, താങ്ക് യു. ഞങ്ങളിവിടെ ഫ്രണ്ട് കൊള്ളാമോ? അമ്മ ചിത്തിരി അങ്ങോട്ടേക്ക് ഇരിക്കാമോ? ഇപ്പൊ ഷേർലി ആന്റി ആണെങ്കിൽ കസേരയോടെ ഇരിക്കുക. എന്റെ അപ്പ അവിടെ നിന്ന് ഇപ്പൊ ഇവിടെ വന്നു. ഇപ്പൊ കറക്റ്റ് ഷേർലി ആന്റി മുഖത്ത് തേച്ച് നോക്കുക. ഇത് വേണമല്ലോ. ഇപ്പൊ ഷേർലി കയ്യെ കഥ പിടിക്കുന്നു. ഷേർലി രണ്ടു കൂട്ടം വിഷയത്തിന് മേൽ ഡാഡി ചോദിച്ചിരുന്നു ഇന്ന് രാവിലെയും. രണ്ടു കൂട്ടം വിഷയം, അത് ഞാൻ നിന്റെ കയ്യിൽ തന്നെ ഏൽപ്പിക്കുമെന്ന് 11 വർഷം മുന്നേ പറഞ്ഞ വിഷയം പ്രാഞ്ചി ഏൽപ്പിക്കാൻ പോവുകയാണ്. ഡാഡി പറഞ്ഞ ഞാൻ പറയും. ഇപ്പൊ അവന്റെ സ്പിരിറ്റ്, ആ ബൈബിൾ ഒന്ന് വാങ്ങാൻ അവിടെ നിന്ന്. അവന്റെ സ്പിരിറ്റ് ആണ് ഇപ്പോൾ കറക്റ്റാ പിടിക്കുന്നു. കാരണം അവന്റെ ആ കണ്ണിൽ നിന്ന് വരുന്ന പ്രകാശം ഭയങ്കരമാണ്. അത് നിങ്ങൾ എഴുതി തള്ളിയ വിഷയം അവൻ തിരിച്ചെടുക്കും. ഇത് നടക്കത്തില്ല, നടക്കുന്ന കാര്യവുമല്ല, ഇനി ഒരിക്കലും അത് ശരിയാകുകയില്ല എന്ന് പറഞ്ഞ വിഷയം നമ്മൾ ചുരുട്ടി കൂട്ടി വേസ്റ്റ് കൊട്ടയിൽ ഇട്ടത് അവൻ കൈയിട്ട് അത് എടുക്കും. അവന് ആവശ്യമുള്ളത് അവൻ എടുക്കും. അപ്പൊ ഇവിടെ നിന്ന് ആന്റിയെ നോക്കുന്ന പവർ എന്ന് പറയുന്നത്, അട്രാക്റ്റീവ് എന്ന് പറയുന്നത്, നീ ഇന്ന് രാവിലെ എന്നോട് പറഞ്ഞ ആ 2 വിഷയവും ഞാൻ നിനക്ക് തരുമെന്ന കാര്യമാണ്. അത് 11 വർഷത്തിന് മുൻപ് ഞാൻ നിങ്ങളോട് എഗ്രിമെന്റ് ചെയ്ത വിഷയം കൂടെയാണ്. യെസ്, അത് സത്യമാണെങ്കിൽ ഇത് അതിന്റെ കാലിൽ അവന് തീ. സത്യമാണെങ്കിൽ അവന്റെ കാലിൽ, നിന്റെ കാലിൽ കൂടെ അവന്റെ തീ. ബന്ധങ്ങൾ ഭയങ്കരമാണ്, ബന്ധം ഭയങ്കരമാണ്. അത് വിശ്വസിക്കുന്നവരാൽ ഈ വക അടയാളം. അതങ്ങനെയാണ്. യെസ്, നീയും നിലത്തിൽ വീഴും.
അവന്റെ കൃപയാ. ഉയവനെ എന്നെ തുടരുമേ, നിങ്കരം എന്നിൽ പെടരുമേ. ഉയവനെ എന്നെ തുടരുമേ, നിങ്കരം എന്നിൽ പെടരുമേ. ഉയവനെ എന്നെ തുടരുമേ, നിങ്കരം എന്നിൽ പെടരുമേ. എവരാൽ വിധിക്കപ്പെട്ടേനോ അവരാൽ മതിക്കപ്പെട്ടേനേ, എവരാൽ ചവിട്ടപ്പെട്ടേനോ അവരാൽ മാനിക്കപ്പെട്ടേനേ. യേശുവേ 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 യേശുവേ. അപ്പ തൊട്ടതിനായി ഒക്കെ ചെയ്തതിനായി വചനം പഠിപ്പിക്കുന്നത് വിശ്വസിക്കുന്നവരാണ് ഈ പറയാറ്. ലേഖാകൃഷ്ണ വരാമോ ഫ്രണ്ടിൽ? എന്റെ കൈ ഒരാൾ പിടിച്ചിരിക്കുന്നു, എന്റെ കൈ ഒരാൾ പിടിച്ചിരിക്കുന്നു. എന്നെ വളരെ 1000 പ്രാവശ്യം പാടിയാലും എന്റെ മനസ്സിന് പുതിയ ബൂസ്റ്റ് തരുന്ന ഒരേ ശക്തി. ഭയങ്കര പാട്ടാണ് ഇത്. ആരും റെഡിയാണ്, അവര് മാത്രം ഇരുന്നാലും കുഴപ്പമില്ല, നിന്നാലും കുഴപ്പമില്ല, പക്ഷെ അത് പ്രാപിക്കാൻ. ഞാനിപ്പോ മൊത്തം ഈ പാട്ടാ പാട്ട് വെട്ടി 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 പാടുക ശക്തി കൂടുക. ഞാനിപ്പോ എനിക്ക് എന്റെ ശക്തി കൂടിക്കൊണ്ട്, നിങ്ങളുടെ കാര്യം എനിക്ക് പറയാൻ പറ്റില്ല, എന്റെ കാര്യം പറയാം. എനിക്ക് ശക്തി കൂടുക. എന്നെ നന്നായി അറിയും, എന്നെ നന്നായി പുലർത്തും എന്റെ പ്രാണനായ യേശു. അഭിഷേകത്തിൽ ചേരവേ
നീ എന്തെല്ലാം ചെയ്ത് കൊണ്ടിരിക്കുന്നു അവൻ എവറി ടൈം അവൻ കണ്ടുകൊണ്ടേയിരിക്കുക. സുജാസത്തിന്റെ വലത് കയ്യിൽ കൂടെ, എണ്ണിക്കാൻ പറയത്തില്ല, വലത് കയ്യിൽ കൂടെ ഈ വിരല് നീളം കൂടിയ വിരലുണ്ടല്ലോ, അതിൽ കൂടെ ഒരു തീ വന്ന് നിന്റെ കയ്യിലോട്ട് വളരെ പോയി ഇരുന്നാലും നീ ഇവിടെ വരും. അതിപ്പോ ഇരുന്ന് നോക്ക്, നീ ആണിപ്പോ ഇരുന്നോ, നീ ഇവിടെ തന്നെ വരും, ഞാൻ പറയാതെ നീ ഇവിടെ വരും. വലത്തെ കൈയുടെ ഈ വിരലിൽ കൂടെ ഒരു അഗ്നി ഇപ്പൊ കയറാൻ തുടങ്ങിയിട്ടുണ്ട്. അത് കൈ പെരുപ്പിലേക്ക് കൊണ്ടുവരും. സുജ ചാടി ഇവിടെ വരും. കാരണം ഇന്ന് നിന്റെ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ അവിടെ നിനക്ക് നഷ്ടപ്പെടും. അതാ അതിന്റെ അടയാളം. അതുകൊണ്ടാണ് ഞാൻ അത് ചെയ്യിപ്പിക്കുന്നത്. എനിക്കിവിടെ സമയം ഒത്തിരി പോയിക്കൊണ്ടിരിക്കുന്നു. Yes, right now, Suja Ribanaba asked me the Holy Ghost of Jesus. The right now, Jesus, the Spirit of the fire, the holiness, the freshness, the mighty name of Jesus fire. Our evenly put a kaya of tea. Our sword put a kaya. Even another, yes, even an acne paranavoy. Even a church and a Kandilaki. Kandilaki, Ida, receive you with the holy fire. നീ ഇവിടെ വരും. അവന്റെ കൊടിയ കാറ്റ് പിടിക്കല്ലേ ആരും പിടിക്കണ്ട. യേശുവിന്റെ മക്കളെ യേശു പിടിക്കട്ടെ. യെസ്, നിന്നെ വിളിച്ചവൻ ആരാ? ഞാൻ അതിലേക്ക് വരിക. നിന്നെ വിളിച്ചവൻ. സഭ ഒരുമിച്ച് പാടട്ടെ. ആ ജീവൻ നഷ്ടപ്പെട്ടു പോകാതെ മടങ്ങി വരേണ്ടത്. അന്ത്യം വരെ ശക്തിയെ തെളിയിക്കൂ. ഏലിയാവിന്റെ ദൈവമേ, നീ ആരെന്ന് തെളിയിക്കൂ. നീ ആരെന്ന് തെളിയട്ടെ. നീ ഇവിടെ വരും.
കണ്ണത്തെ തുറന്നതിനായി മരണത്തിന്റെ വെട്ടിയതിനായി ഇനിയുള്ള നാളുകൾ നിനക്ക് വേണ്ടി ജീവിക്കട്ടെ. അവൻ ഏൽപ്പിക്കുകയില്ല, സത്യത്തെ കയ്യിൽ ഏൽപ്പിക്കുന്നു. സത്യത്തെ കയ്യിൽ ഏൽപ്പിക്കുകയില്ല, ഏൽപ്പിക്കുകയില്ല. ഭയപ്പെടുന്നത് മാത്രം എന്നെ അവൻ സത്യതകൾ ഏൽപ്പിക്കത്തില്ല, ഏൽപ്പിക്കത്തില്ല. ശക്തി, ശക്തി, അവന്റെ ശക്തി. Esa sudah BBS ni kerana ada state yang BBS ni Purana Bag, Holy Angel BBS ni mana BBS ni Naraba, yes sir, kita BBS ni Leslie Hand, Cats Right BBS ni Kusa BBS ni Naraba, yes, ये बोलते हैं right काम चीज़ सब आदमी निलारी भी, मुझे अरिता सलारी भी, yes, Biju Bright, Biju Bright, Biju Bright, Biju Bright, अच्छा मिले Bright ने നിന്റെ ഡാഡി തൊടുകയാ, നിന്റെ അപ്പ തൊടുകയാ, നിന്റെ ബ്രൈൻഡകത്ത് നിന്റെ അപ്പ തൊടുകയാ ഇപ്പോൾ. തലയിൽ യേശുവിന്റെ കൈ പണിയുന്നു, ഓടി ഫ്രണ്ടിൽ വരാൻ പോകുന്നു. അത് യേശുവിന് ഇഷ്ടമാണ്. നിന്റെ തലയിൽ കൈ വെച്ചിരിക്കുന്നു. നിന്റെ ഉച്ച തലയിൽ അവൻ ആടിപ്പാട് കരം വന്നിരിക്കുന്നത് കൊണ്ട് നിന്റെ ബ്രൈറ്റകത്ത് തെറ്റിക്കിടക്കുന്ന നരമ്പുകൾ നേരാകിയ തന്നെ ഇവിടെ വരുന്ന ദൈവത്തിന്റെ വെളിപ്പാട്, അവന്റെ അഭിഷേകം നിന്റെ ഉച്ച തല മുതൽ പാതവർ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. നിന്റെ കാലിന്റെ പെരുവരെ കൂടെ നിന്റെ തളർത്തിക്കളവെന്ന് പറഞ്ഞ പെരുവുകളെ അവൻ വെട്ടി മാറ്റിക്കൊണ്ട് അവന്റെ ശക്തി കാലിന്റെ കയറി വരികയാണ്.
വലിച്ചു കൊണ്ടുവരുന്നു. എന്റെ അമ്മ വലിച്ചു കൊണ്ടുവരുന്നു. ബിജുവൻ വലിച്ചു കൊണ്ടാ വരുന്നത്. അവരുടെ കൈ അവരെ ഇടവയെ പിടിച്ച് വലിക്കുന്നത്. Yes, the spirit of the fire, fire, fire. Yes, ഇത് ഏലിയാവിന്റെ ദൈവം. അവൻ പറയുന്നത് പോലെ ചെയ്യും. അവൻ പറയുന്നത് പോലെ ചെയ്യും. വരും, വരും. രക്തം 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 രക്തം. അഗ്നി 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 അഗ്നി. അഗ്നിയേ അഗ്നിയേ ഇറങ്ങി വാ, ഇറങ്ങി വാ. എന്റെ ഉള്ളിൽ ഇറങ്ങി വാ, എന്റെ വീട്ടിൽ ഇറങ്ങി വാ. യേശപ്പാ 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 യേശപ്പാ. ശത്രുവിന്റെ തലയെ തകർന്ന് യേശുവേ. സർവ്വത്തിന്റെ തലയെ തകർന്നവനേ. ജയിച്ചവൻ യേശു, ജയിച്ചവൻ യേശു, ജയിച്ചവൻ യേശുവേ, യേശുവേ. അന്തര വൈഡര 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 ദുരവര വൈഡര 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 മൗലായി വര വൈഡ വൈഡര വൈഡ വൈഡര വരാതെ ഭൂമിയിലേക്ക് ശക്തി പോകുമ്പോൾ ഇതിന്റെ ഫലമെന്ന് അഗ്നിയായി മാറുന്നു, അഗ്നിയായി മാറുന്നു, അഗ്നിയായി മാറുന്നു. അവരുടെ 7 കണ്ണുകൾ അവരുടെ മക്കൾ ദർശിക്കുമ്പോൾ, അവരുടെ 7 കണ്ണുകൾ അവരുടെ മക്കൾ ദർശിക്കുന്നു. അവരുടെ ശക്തി, അവരുടെ ശക്തി. ഏഴ് വിളക്കിന് നടുവിൽ ഉലായി വരുന്നവൻ, ഏഴ് വിളക്കിന് നടുവിൽ ഉലായി വരുന്നവൻ. അവനെ കണ്ടപ്പോൾ, അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെയായി. മനുഷ്യ ബുദ്ധിക്കൊന്നും നിങ്ങൾക്ക് പറ്റത്തില്ല, പറ്റത്തില്ല. Fire, fire. ഞാൻ ഇവിടെ എവിടെയൊക്കെ പോയി. ഇന്ന് കൊറേ ദർശനങ്ങളാണ് നമ്മൾ
കുറെ കാര്യങ്ങൾ കാണാൻ സാധിച്ചു. എനിക്ക് ആദ്യം തന്നെ ഞാൻ ഇന്നലെ തൊട്ട് ആ ഒരു ആട്ടിൻകുട്ടിയുടെ കൂടെ ഒരു എന്താ പച്ച ഉള്ള കുറെ സ്ഥലത്തൂടെ ഞാനും അങ്ങനെ നടക്കുന്നതായിട്ട് കണ്ടു. പിന്നെ ഇടയ്ക്ക് നീ ഇവിടെ ഇന്ന് പ്രാർത്ഥിച്ച് ആരാധിക്കുന്ന സമയത്ത് ഇന്നലെയും ഇന്നും അത് കണ്ടു. മെഴ്സേന്റ് പാടിക്കൊണ്ടപ്പോ നീല കളർ ഇവിടെ ഫുള്ളിങ്ങനെ നീല കളർ ചുറ്റിക്കൊണ്ടിരിക്കുന്നതായിട്ടും ആ കളർ ഇങ്ങനെ വരും എന്റെ അടുത്തോട്ട് ഇങ്ങനെ വരുന്ന നീല. അതിനർത്ഥം മനസ്സിലായോ? പോയി ബൈബിൾ ഫാസ്റ്റ് ആൻഡ് ബ്ലൂ, അതില് കറക്റ്റാ നീല വ്യക്തം. ഒരു കണ്ണ് കണ്ടു, ഒരു കണ്ണ്, അതില് ഭൂമി. ഇപ്പൊ കണ്ണടച്ച് നോക്ക്, ആ കണ്ണുണ്ടോ നോക്ക്. കണ്ടോ കണ്ടോ? ഐ ക്യാൻ സീ. സത്യമായി എനിക്ക് ഇങ്ങനെ സഭ നടത്താൻ ഇഷ്ടം. ചുമ്മാ ജനങ്ങളെ വഞ്ചിക്കാൻ അറിയാം. ചുമ്മാ അവിടെ കൂടെ പോണിങ്ങനെ നീ കാണുന്നേ, നീ കാണും, നിന്റെ അപ്പ നീ കാണും. അപ്പ കണ്ണുകൊണ്ട് നീ കാണണം, നീ ദൈവത്തെ അല്ലേ? ആ, ഇന്ന് ഞങ്ങൾ വിശ്വാസത്താൽ ആരാധിക്കുന്നേ, അന്നു അങ്ങനെ പാടുന്നു. നമുക്ക് അങ്ങനെ വേണ്ട, ഇന്നേ കണ്ടുകൊണ്ട് ആരാധിക്കണം. ബോഡി ഷിവർ ചെയ്തോണ്ടിരിക്കാണ് ഞാൻ. തീ കൊണ്ട് ഇങ്ങനെ കൊറേ തീ കൊണ്ട് പ്രാവിന്റെ രൂപ തീ കൊണ്ട് അങ്ങനെയൊക്കെ. പിന്നെ ഇങ്ങനെ മേഘങ്ങള് ലെയർ ആയിട്ട് മണ്ടിയിലോട്ട് കിടക്കുന്നു. അതില് എന്തോ ഇങ്ങനെ ലെയർ ആയിട്ട് കിടക്കുമായിരുന്നു. സന്തോഷമായി. ഇതുപോലെ എവിടെ നീ അനുഭവിച്ചിട്ടുണ്ടോ? ഒരു സമയം പോയി ഒന്നുമില്ല. ഓക്കെ, ആന്റി എന്താ സംഭവിച്ചു? വലിച്ചു കൊണ്ടുവരാ? ആരാ വലിച്ചു കൊണ്ടുവന്നത്? പ്രകാശം മനുഷ്യൻ നിൽക്കുന്ന രണ്ടുവട്ടം കണ്ടായിരുന്നു. അത് കഴിഞ്ഞ പാസ്റ്ററിനെ വിളിച്ചപ്പോഴേ ശക്തമായിട്ട് സ്പീഡിൽ വിളിച്ചാൽ കാണാം നിന്റെ കൊച്ചു മകനെ കഥ ഭയങ്കരമാക്കാൻ പോകുന്നു. അത് കുഞ്ഞിന്റെ അമ്മയുടെ വയറ്റ് വെച്ച് മരിക്കാനുള്ളതാ. വെട്ടി പൊളിച്ചാ എടുത്തതിന്, തീ കൊണ്ട് പൊളിച്ചെടുത്തത്. വീടെന്ന് കാലിലെടുത്ത് ഭാരമില്ലാതായി പോയിട്ട്, പക്ഷെ വീടൊക്കെ ശക്തമായിട്ടല്ലേ ഇവിടെയൊക്കെ ഇല്ല, കിടന്ന ആയിപ്പോയി. അത് കഴിഞ്ഞപ്പോ ശക്തമായിട്ട് യേശു പിടിക്കുന്ന ഉലാവിക്കൊണ്ടങ്ങ് പിടിച്ചെന്നെ കിടത്തിയത്. പക്ഷെ ശക്തമായിട്ട് വീഴുന്നത് ഞാൻ ശരീരം അറിഞ്ഞേ. കണ്ണടച്ചോ? അതുപോലെ പിന്നെ വീഴുക. എന്താ സംഭവിച്ചു? ആരെ വരുന്ന നിക്ക് എത്തിയാൻ പറ്റില്ല. സന്തോഷമായി. ഇപ്പൊ അതുപോലെ അല്ലേ? ചില ആൾക്കാർ ഉദ്ദേശിക്കുന്നത് ചുമ്മാ പറയുന്നത് സത്യമാണ്. ഒരു വട്ടം വീട്ടിലെ കണ്ടു ഈ ആളി കത്തിക്കൊണ്ട് മഞ്ഞക്കുള്ള എന്താ പ്രയാസം? കണ്ണില് ഭയങ്കര അഗ്നി ഇങ്ങനെ വന്ന് ഇറങ്ങിയിട്ട് എന്തെങ്കിലും ചുറ്റി എങ്ങനെ ഇവിടെ എത്തിയത്? ഇപ്പൊ സന്തോഷമായോ? അമ്മ വേദനിപ്പിച്ച് പ്രയാസമായില്ലയോ? ഇല്ല, ഇന്നലെ എല്ലാം മാറിയതല്ല. എല്ലാം മാറിയോ? ഒരു ശക്തി വന്നോ? നിന്റെ ഇടത് ഭാഗത്ത് ആരാ നിൽക്കുന്നു നോക്ക്. ആരാ നോക്ക്? അപ്പായ വന്നു. സന്തോഷമായോ? ശരി, പോയി. പറയാൻ വാക്കുകളില്ല. ഇന്നലെ ഫുഡ് വളരെ ദുഃഖത്തിലാണ്. ചേച്ചിയുടെ അവസ്ഥ ഞാൻ പാസ്റ്ററോട് പറഞ്ഞ് രാവിലെ വന്ന്. ഇന്ന് രാവിലെ ഞാൻ ദർശനം കാണുവാണോ, ആത്മാവിൽ എന്താ കാണുവാണോ എനിക്കറിയില്ല.
സത്യമുള്ള സഭയാന്ന് എന്നോട് വീണ്ടും വീണ്ടും കാതുകളിലൊക്കെ സംസാരിക്കും. സത്യമുള്ള സഭയാ. അവരോട് നീ പറ. ഇവിടെ നിന്ന് അങ്ങോട്ട് പറയാം, അവരോട് പറയാം, ജനത്തോട് പറയാം. സത്യമുള്ള സഭയാ ദൈവമക്കളെ. എന്റെ കാതുകളിലൊക്കെ സംസാരിക്കുക. നീ ഇവിടെ പ്രാർത്ഥിക്കണം. നിന്റെ ചേച്ചിയാരെ എഴുന്നേറ്റ് അപ്രകാരം ചേച്ചി ഓക്കെ അപ്രകാരം പറഞ്ഞതല്ല. മേഴ്സിസ്റ്റും ജസ്റ്റിൻ ഭാഷയുടെ നിരന്നു കിടക്കുന്ന സ്ഥലത്ത് രോഗികൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു, നടന്ന് പ്രാർത്ഥിക്കുന്നു. മേഴ്സിസ്റ്റർ പാട്ട് പാടുക, ഭാഷ നടന്ന് പ്രാർത്ഥിക്കുക. എനിക്കറിയത്തില്ല, അന്നേരം എന്നോട് പറഞ്ഞു എന്റെ പേര് വിളിക്കുന്നത്. ഈ കൈയെല്ലാം പെരുത്തിരിക്കുക, കൈ കൊട്ടാൻ വയ്യാത്ത അവസ്ഥയായിരുന്നു. പറഞ്ഞ പോലെ ചൂട് കയറിയിട്ട് പെരുത്തിരിക്കുന്ന അവസ്ഥയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു മരിച്ചവരെ ഉയർപ്പിക്കാൻ ശക്തിയായ സമയമായത്. അപ്പോൾ ഞാൻ അങ്ങനെ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന ഭാഷ എന്നെ ഫ്രണ്ടിലോട്ട് പിടിച്ച് മരിച്ച അവസ്ഥയിൽ എന്റെ ചേച്ചി കിടക്കുന്നത്. മക്കളെ രണ്ടുപേരും വന്നു. നിന്റെ മകനെ എണ്ണിപ്പിക്കും. ഇത് ഭാഷ മാത്രമല്ല, നമ്മുടെ വിത്തുകൾ അങ്ങനെയാ. നിന്റെ മകനെ എണ്ണിപ്പിക്കും. ഹായ് ഇനി അടുത്താ മതി. ഹായ് അഗ്നിയല്ലേ, മരിച്ചവരെ എണ്ണിപ്പിക്കുന്ന അഗ്നിയല്ലേ. അച്ഛാ എന്താ സംഭവം? തലവേദനയാണ്. അങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പോഴായിപ്പം പാസ്റ്റർ പറഞ്ഞത്. അതിനു മുമ്പേ എനിക്ക് ശരീരത്തിൽ ഒരു തണുപ്പൊക്കെ അനുഭവം. കാരണം ഞാൻ ഇവിടെ നോക്കുമ്പോ എന്റെ ഡാഡിയുടെ കൈ ഇവിടെ തല പതിഞ്ഞിരുന്നു. ഞാൻ പറഞ്ഞായിരുന്നു. അപ്പൊ എനിക്ക് കണ്ട നിന്റെ ബ്രെയിനിന്റെ അകത്തോട്ട് നമ്മുടെ ഈ പുക പോകത്തില്ലയോ, അവന്റെ കയ്യിൽ നിന്ന് തീ അകത്തോട്ട് പോയി നിന്റെ ബ്രെയിൻ മൊത്തം ഓക്കെ ചെയ്യും. അപ്പൊ എനിക്ക് മനസ്സിലായി ഡാഡി താങ്കൾ ഇവിടെ കൊണ്ടുവരുന്നു മനസ്സിലായി. പിന്നെ തലവേദന പോയി കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പൊ സംഭവിച്ചെന്നറിയാമോ, അവർക്ക് അറിവ് കിട്ടി നാം വെച്ച വെയിറ്റ് അതിന് ഫലിച്ചിട്ടില്ല, പിന്നെ എണ്ണിച്ചിട്ടുണ്ടെന്ന്. അപ്പൊ അവരതുകൊണ്ട് അടുത്ത വെയിറ്റിലേക്ക് ഒരുങ്ങുക. ഇനിയിപ്പോ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതെടുത്ത് വച്ചവന് കൊടുക്കുക. അതിന്റെ പ്രത്യേകം അല്ലേ? വേണ്ടായോ? വേണ്ടായോ? ഇനിയിപ്പോ കൊടുക്കുന്നത് വച്ചവന് വേണ്ടിയാ. കയ്യപ്പടി മതി. പത്രോസ് പറയാ, യോഹന്നാൻ പറയാ, ഞങ്ങളുടെ കയ്യിൽ പൊന്നുപരിയൊന്നും ഇരിക്കില്ല, ഞങ്ങൾക്കുള്ളത് നിനക്ക് തരാം. ആരാ പറയുന്നത്? Receive the holy name. നിങ്ങളുടെ വീടുകളിൽ ഒരു അഭിഷേകത്തിന്റെ പകർച്ച കൈമാറുകയാണ്. കൽപ്പന പോലെ വേണം പോലെ ഇപ്പൊ ഞാന് ആരുമായിക്കോട്ടെ, നിനക്ക് എന്തെല്ലാം വന്നോ ഇതെടുത്ത് അവരെ ബ്രെയിനിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. നിന്റെ കാലിന് ബലക്കുറവ് തന്നു, അതും ഇന്നലെ അത് അനുഭവപ്പെട്ടിരുന്നു അല്ലേ? അനുഭവപ്പെട്ടിരുന്നു. ഡാഡികൾ പറഞ്ഞു ഇന്നലെ അത് അനുഭവപ്പെട്ടിരുന്നു. നീ അന്നേരം പറഞ്ഞ കർത്താവേ എന്റെ കാര്യം ഇങ്ങനെ ചോദിച്ചു, നിനക്ക് അഭയം നിന്റെ സഭയേ ഉള്ളൂ, യേശുവേ ഉള്ളൂ, മാറ്റമില്ല. ഈ ബലക്കുറവ് എടുത്ത് അവന് കൊടുക്കുക. നിനക്ക് നിന്റെ കാലുകൾക്ക് പേടമാൻ കാലുകളെ പോലെ ഒത്തി ഏൽപ്പിക്കയില്ലെന്നെ അവൻ ശത്രു കയ്യിൽ. ബലമുള്ള കാലുകൾ നന്ദി നന്ദി. താങ്ക് യു. ഈ കാലക്കുടത്തെ
കാലിൽ കൂടെ എന്തോ ഇറങ്ങിപ്പോണോട് തോന്നുന്നു. ഇറങ്ങിപ്പോയതാ. പോകാൻ പറ്റത്തില്ല. ഹല്ലേലൂയ, അപ്പാ. സുജാത എന്റെ സഹോദരിയാണ്. ഹല്ലേലൂയ. ഈ എന്റെ സഹോദരി പോലെ മന്ദബുദ്ധി ഭൂമി ഞാൻ കണ്ടിട്ടില്ല. ഞാൻ പറയും സഹോദരി പ്രാർത്ഥന ഒന്നും മുടക്കാതെ വാ. ഒരു പൈസ ആശുപത്രി പോകത്തില്ല. മാത്രമല്ല നിനക്കെതിരായി വേട്ടി വച്ചവനെ കാല പിടിച്ചാടി ഞാൻ കാണിച്ചു തരാം. അല്ലേ? അടിക്കണം. വചനം പഠിപ്പിക്കുന്നു, തീ കൊണ്ട് ഉത്തരവാദം ദൈവം തന്നെ. ദൈവം ഒന്ന് ഇരിക്കട്ടെ. അവര് കഴിഞ്ഞ ബുധനാഴ്ചയാ അവിടുത്തെ പരിപാടി ഒപ്പിച്ചത്. അവർക്ക് മനസ്സിലായി അന്ന് വെച്ച വീട്ടിൽ നിന്ന് താങ്കൾ പുറത്തു വന്ന അവർക്ക് മനസ്സിലായില്ലേ? അതിപ്പോ സെക്കൻഡ് വന്നിരിക്കുന്ന ഇപ്പൊ ഇത് അർത്ഥം അവര് കാര്യം കയറി കഴിഞ്ഞത് മനസ്സിലായില്ലേ? കയറിയിട്ടുണ്ട്. ഇനി അവര് അടുത്ത ഒപ്പിക്കാൻ പോകുന്നത് എനിക്കാണ്. പിന്നെ സംശയമുണ്ടോ? അപ്പൊ ഇത് എവിടെ നിന്ന്? യെസ്, അരാമ്യർക്കും ഇസ്രായേലിനും യുദ്ധം വന്നു. അരാമ്യർ എന്ത് ചെയ്തു? രഹസ്യമായി പല വഴിയിൽ കൂടെ വന്നതെല്ലാം ഏലിസ പ്രവാചകൻ രാജാവിന് അറിയിച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ട് രാജാവ് എന്ത് ചെയ്തു? തന്റെ ശക്തിയുള്ള സൈന്യത്തെ അയച്ച് അവിടെ നിന്ന് രക്ഷപ്പെട്ടു. അങ്ങനെ വന്നപ്പോൾ അരാം രാജാവിന് ഏറ്റവും മനസ്സിൽ വേദനയായി. അവൻ ചോദിച്ചു, നമ്മുടെ ഇടയിൽ ഒറ്റുകാരൻ ആരെന്ന് കാണിച്ചു തരാമോ? അതിന് അവന്റെ പട്ടാളകർ ഒത്തെടുത്ത് പറഞ്ഞു, രാജാവ് സംഭവം അങ്ങനെയല്ല, അവിടെ ഒരു പ്രവാചകൻ ഇരിപ്പുണ്ട്, അവൻ സൈനക്കിരകത്തിൽ ഇതെല്ലാം രാജാവ് അറിയിക്കുന്നു. അങ്ങനെ കേട്ട് അവൻ പറഞ്ഞു, അവിടെ രാജാ പറയുക, ഞാൻ ശക്തിയുള്ള സൈന്യത്തെ അയച്ച് അവനെ പിടിക്കും. ആരെ? ഏലിശാവിനെ. സൂര്യൻ പിന്നെ പടിഞ്ഞാന്ന് വരണം, അങ്ങനെ പിടിക്കണം. അഭിഷേകമുള്ളവരെ പിടിക്കണമെങ്കിൽ ഇപ്പൊ കായ് കൊടുത്ത് നോക്കൂ. തൈരോട്ട് ഇങ്ങനെ വെച്ചാൽ മതി. അപ്പൊ അത് അവന്റെ മണ്ടയിലേക്ക് ഞാൻ എന്റെ ഇതൊക്കെ എന്റെ കൂടെ ആരാധിക്കുന്ന കൊണ്ട് ഇത് ഞാൻ അവന് കൊടുത്തു. അബ്രഹാമോട് കർത്താവ് പറഞ്ഞു, നീ അനുഗ്രഹിക്കുന്നത് ഞാൻ അനുഗ്രഹിക്കും, നീ ശപിക്കുന്നവനെ ശപിക്കും. കൊടുത്തു. നിന്റെ തല ഫ്രീ ആയി. തപ്പി നോക്കച്ചാ, അടിച്ചു നോക്ക്, ഇടിച്ചു നോക്ക്. അച്ഛാ, മനസ്സുകൊണ്ട് ശക്തി കൊണ്ടല്ല, എനിക്ക് പ്രാർത്ഥനയും മുടങ്ങാതെ വരണം. ഇന്നലെ ഞാൻ തപ്പിക്കൊടുക്കുന്നില്ല, കാണുന്നു. പ്രാർത്ഥന മുടങ്ങിയാൽ നിങ്ങൾ സകല സാധനങ്ങളും മുടങ്ങും. എന്നോട് ചോദിക്കാൻ വരരുത്. പക്ഷെ നിങ്ങൾ കൃത്യ സഭ പറയുന്ന കേട്ട് നീ ആരാധിക്കാൻ തുടങ്ങും. ഒരു ചെള്ള് നിന്റെ വീട്ടിൽ കയറി. ഞാൻ എഴുതി തരാം വന്നേ. ഏത് പാസ്റ്റർമാർ ഇങ്ങനെ പറയും? നിന്റെ വീട്ടിൽ ചെള്ള് കയറുകയില്ല. ഫ്രീ ആയി ഒരു 2 ജമ്പ് ചെയ്യാമോ? ഒന്ന് ഇനി അവര് അടുത്ത പരിപാടി തരാൻ പോകുന്നത് എനിക്കാണ്. ദാവീദ് ചെറുപ്പത്തിലെ ദൈവം ഇത് പഠിപ്പിച്ചത്. അങ്ങനെ പഠിപ്പിച്ചെടുത്തുകൊണ്ട് അവൻ ഈ ഫെലിസ്തീനെ കൊന്ന പിന്നെ ദാവീദിക്ക് നമ്മുടെ ഈറ്റ പോയി പോലെ. അപ്പൊ കർത്താവ് നോക്കിയപ്പോ ഒരുത്തൻ അവിടെ ഒരുമാതിരിക്ക് എനിക്ക് പ്രാർത്ഥനയില്ല, ജീവനില്ലാത്ത കാല് കൊണ്ട് തട്ടി ദൂരെ കളഞ്ഞേച്ച് ഇവനെ പിടിച്ച് അവിടെ പോയി. ഇന്ന് പകൽ ചിലരെ തട്ടിക്കളഞ്ഞിട്ട് നിന്നെ പിടിച്ചറിയും. Thank you.
ഇനി നിനക്ക് തല കറക്കാൻ വരത്തില്ല, അടുക്കളയിൽ നിൽക്കുന്ന സമയത്ത് വീഴാൻ പോകുന്ന പോലെ നീ വരികയില്ല. ഇളയ മകന്, മൂത്ത മകന് പോരാ, എന്നാലും ഇളയ മകനാണ് അപകടസ്ഥിതി ഉള്ളത്. ഇനിയിപ്പോ കർത്താവ് ഒരു ദൂതൻ അവന്റെ കൂടെ അയക്കും. ആരെ കൂടെ? ഇളയ മകൻ. നിന്റെ പ്രാർത്ഥന കണ്ടിട്ട് അയക്കുന്നത്. നീ നിന്റെ ഭർത്താവും തമ്മിൽ കടിപിടിക്കരുത്. എന്നുവെച്ചാ ഇനി ഭാര്യയോട് നീ കൈപ്പിച്ച് സംസാരിച്ചാൽ അടി നിനക്ക് ഉറപ്പാണ്. കേട്ടല്ലോ? സ്നേഹത്തോടെ സംസാരിക്കണം. ഇടയ്ക്ക് വിളിച്ചുകൊണ്ട് പോയി നല്ല പൊറോട്ട ഇറച്ചനെ വിളിച്ചു കൊടുക്കണം. കേട്ടല്ലോ? അത് നല്ല ഭാര്യയെ കൊണ്ടുപോയി അങ്ങനെ വേണം. മക്കളെ കൊണ്ടുപോകണ്ട, ഭാര്യ മാത്രമേ കൊണ്ടുപോകണം. ഭാര്യ വന്നവരല്ലേ മക്കൾ വന്നത്. കൊണ്ടുപോയി ഇടയ്ക്കൊക്കെ അങ്ങനെയൊക്കെ ആകണം. കേട്ടല്ലോ? സന്തോഷമായിട്ട് നിങ്ങൾ രണ്ട് സന്തോഷമായി കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ പിന്നെ വേറെ ആരും കയറാൻ പറ്റില്ല. അവിടെ കൊണ്ട് വേലി അടയ്ക്കാൻ പിന്നെ വീട്ടിൽ സുഖമാണ്, സന്തോഷമാണ്. കണ്ണടച്ചോ. നീ ഇപ്പൊ നിലത്തിൽ വീടും. ഡയറി ഇതാ തുറന്നു. ഡയറി തുറന്നു. ബ്രെയിനിൽ നിന്ന് എല്ലാ പോരുകളെയും നിരാശകളെയും ചില മരണചിന്തകളെയും തലേന്ന് വെട്ടിപ്പെടുന്നു. പോടാ ഇട്ടച്ചി, പോടാ ഇട്ടച്ചി. ഇട്ടച്ചി പോകാനാ പറഞ്ഞോട്. ഇട്ടേച്ചി പൊയ്ക്കോളണില്ല. ഇവളെയോ ഭർത്താവെയോ രണ്ട് മക്കളെയോ നീ തൊട്ടു പോകരുത്. ഞാൻ യേശു ക്രിസ്തുവിന് വേണ്ടി ഇവരെ 4 പേരെയും ഞാൻ അവകാശം പറഞ്ഞ് ഒക്കെ ചെയ്യുന്നു. ഇവർ കർത്താവിന് മുത്തുക്കളാകാൻ ഹോലി സ്പിരിറ്റ് ഭയങ്കര സംഭവം. ഓക്കെ, എല്ലാ പ്രതികൂലങ്ങളും മാറും, ശുഭദിനമാകരമാകും. പതറാതെ നിന്നാൽ നാം ലജ്ജിച്ചു പോകയില്ല. തളരാതെ നിന്ന, പതറാതെ നിന്ന ലജ്ജിച്ചു പോകയില്ല. നാം ലജ്ജിച്ചു പോകയില്ല. സന്തോഷമുള്ളവർ കാര്യങ്ങൾ ഇവർക്ക് ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ. കർത്താവിന്റെ ദാസൻ, കുടുംബം, ഇവിടെയുള്ള ദൈവമക്കൾ എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ഞാനും കുടുംബവും ഇങ്ങോട്ട് വന്നപ്പോൾ ഞാൻ പറഞ്ഞ എല്ലാ ഞായറാഴ്ചയും നമുക്ക് ഇവിടെ പോരണം എന്ന് പറഞ്ഞാണ് ഞങ്ങൾ പോകുന്നത്. അതുകൊണ്ട് പ്രസംഗിക്കാനായിട്ട് വന്നതല്ല, പ്രസംഗം ശ്രദ്ധിക്കാനും നിങ്ങളോട് ഒരുമിച്ച് ആരാധിക്കാനുമാണ് വന്നത്. ദൈവം നമ്മോട് ശക്തമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. 2 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നിന്നാണ് ദൈവം നമ്മോട്, ദൈവദാസനിലൂടെ 6-ാം അധ്യായത്തിൽ നിന്നാണ് ദൈവം നമ്മോട് ഇടപെട്ടത്. 6-ാം അധ്യായം അതിന്റെ 8 മുതലുള്ള വാക്യങ്ങളിൽ യഹോവയുടെ ദൂതൻ അവന്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയം ഇറങ്ങി അവരെ വെടിവെക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇസ്രായേൽ രാജാവും ആരാം രാജാവും തമ്മിൽ എന്തുണ്ടായി? യുദ്ധമുണ്ടായി. അങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നത്? നിർത്തി വായിച്ചു. ഞാനതൊന്ന് യുദ്ധമുണ്ടായി. പ്രിയപ്പെട്ട നിർത്ത് അതിങ്ങനെ വായിച്ച് ഞാൻ ദൂത് പറഞ്ഞു പോവുകയാണ്. പെട്ടെന്ന് ആ ഭാഗം കണ്ണിക മുഴുവൻ നമ്മൾ ചിന്തിക്കുകയാണ്, ഓടിച്ച്. പ്രൈസ് ദി ലോർഡ്. വരാൻ പോകുന്ന അപകടം ഇസ്രായേൽ രാജാവിനെ
ഇസ്രായേൽ സൈന്യത്തിന് കാണാൻ സാധിക്കുന്നില്ല. അവിടെ ഒരു മുസാദ് ഉണ്ടായിരുന്നു. നമ്മുടെ നാടൻ ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞാൽ മുസാദ്. ലോകത്തിലെ എല്ലാ ചലനങ്ങളും കണ്ടുപിടിക്കുന്ന ഒരു മുസാദ് എന്ന് ഞാൻ പറയാം. മുസാദ് അല്ലേ കേട്ടോ. ദൈവത്തോട് അടുത്തിരിക്കുന്ന ഒരു മനുഷ്യൻ, ദൈവശബ്ദം കേൾക്കുന്ന ഒരു മനുഷ്യൻ, ദൈവത്തിന്റെ അരുളപ്പാട് ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്ന ഒരു ദൈവത്തിന്റെ പ്രവാചകനുണ്ടായിരുന്നു. Praise the Lord. Hallelujah. വരാൻ പോകുന്ന അപകടങ്ങളെ കൃത്യമായി വ്യക്തമായി ആമീൻ രാജാവിന്റെ ചെവിയിൽ എത്തിക്കുന്ന ഒരു മനുഷ്യൻ. കരവൃത്തിൽ ഹല്ലേലൂയ പറയാം. നമുക്കിങ്ങനെ ആകാനായിട്ട് സാധിക്കും. വരാൻ പോകുന്ന സംഭവങ്ങളെ മുൻകൂട്ടി കാണാൻ പ്രൈസ് ദി ലോർഡ് ഒരു അഭിഷേകത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി നമുക്ക് ദൈവത്തോട് നന്ദി പറയാം. സ്വപ്നത്തിൽ അവർക്ക് അരുളപ്പാടുണ്ടായിട്ട് അവർ വേറെ വഴിയായി പോയെന്ന് എഴുതിയിരിക്കുന്നത്. ദർശനം ദൈവത്തിന്റെ ആത്മാവിന് ഇടപെടൽ ഉണ്ടാകും. നീ പോകുന്ന വഴിയെ നീ പോകരുതേ. നീ സഞ്ചരിക്കുന്ന വഴി മാറിപ്പോകണം. പതിയിരിക്കുന്ന അപകടങ്ങൾ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരും. പ്രൈസ് ദി ലോർഡ്. ദൈവമേ, സ്വർഗീയമായ വെളിപ്പാട് കൊണ്ട് എന്റെ ഹൃദയങ്ങളെയും മനസ്സുകളെയും നിറയ്ക്കണമേ എന്ന് എത്ര പേര് പ്രാർത്ഥിക്കും. അങ്ങനെയുള്ളവർക്ക് വേണ്ടി വലിയ വിടുതൽ ദൈവം ഒരുക്കാൻ പോവുകയാ. ഓടിച്ച് വായിച്ചു പോവാ. വായിച്ചു കണ്ണിക അങ്ങോട്ട് വായിച്ചു. അവിടേക്ക് വരുന്നുണ്ടെന്ന് പറയിച്ചു. ദൈവപുരുഷൻ പറഞ്ഞും പ്രബോധിപ്പിച്ചും ഇരുന്ന സ്ഥലത്തേക്ക് ഇസ്രായേൽ രാജാവ് ആളയച്ചു. അങ്ങനെ അവൻ ഒരു പ്രാവശ്യമല്ല 2 പ്രാവശ്യവുമല്ല തന്നെ താൻ രക്ഷിച്ചത്. ഇത് ഹേതുവായി അരാം രാജാവിന്റെ മനസ്സ് ഏറ്റവും കലങ്ങി. പലവട്ടം ആക്രമിക്കാൻ വന്ന ശത്രുവിനെ പ്രാർത്ഥന മനുഷ്യന്റെ ആലോചനയാൽ തുരത്തി ഓടിച്ചു. സ്തോത്രം, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ ഹെരോദാവ് അബദ്ധം പറ്റിയതുപോലെ തന്നെ ആമീൻ ഹല്ലേലൂയ ജ്യോതിശാസ്ത്രജ്ഞന്മാർ ആമീൻ കളിയാക്കി എന്ന് പറഞ്ഞതുപോലെ താൻ അമളി പറ്റിയതുപോലെ ഈ അരാം രാജാവിനും അവന്റെ സൈന്യത്തിന് സംഭവിച്ചു. വായിച്ചു. അരാം രാജാവിന്റെ മനസ്സ് ഏറ്റവും കലങ്ങി. അവൻ ഭൃത്യന്മാരെ വിളിച്ച് അവരോട്, നമ്മുടെ കൂട്ടത്തിൽ ഇസ്രായേൽ രാജാവിന്റെ പക്ഷക്കാരൻ ആരെന്ന് നിങ്ങൾ പറഞ്ഞു തരികയില്ലയോ എന്ന് ചോദിച്ചു. അവന്റെ ഭൃത്യന്മാരിൽ ഒരുത്തൻ, യജമാനായ രാജാവേ, കാര്യം അങ്ങനെയല്ല. നീ ശയനഗൃഹത്തിൽ സംസാരിക്കുന്ന വാക്കുകൾ ഇസ്രായേലിലെ പ്രവാചകനായ ഏലിശ ഇസ്രായേൽ രാജാവിനെ അറിയിക്കുന്നു എന്ന് പറഞ്ഞു. നിങ്ങൾ ചെന്ന് അവൻ എവിടെ ഇരിക്കുന്നു എന്ന് നോക്കുകയും ഞാൻ ആളയച്ചവനെ പിടിപ്പിക്കുമെന്ന് അവൻ കൽപ്പിച്ചു. അവൻ ദോദാനിൽ ഉണ്ടെന്ന് അവന് അറിവ് കിട്ടി. അവിടേക്ക് വരുന്നതിന് മുമ്പേ അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ, അത്യുന്നതന്റെ രഹസ്യ സ്ഥലത്ത് വസിക്കുകയും ദൈവം നിന്നെ ഒളിപ്പിച്ചാൽ ഒരു രാജാവിന് നിന്നെ തൊടാൻ കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഏലിയാവിനെ കൊല്ലാൻ വേണ്ടി ആമീൻ ഹല്ലേലൂയ ആ രാജാവ് ആമീൻ സ്തോത്രം എല്ലാ ശ്രമങ്ങളും നടത്തി ദൈവം ഹല്ലേലൂയ കരീത്തിൽ ഏലിയാവിനെ ഒളിപ്പിച്ചു. ഹല്ലേലൂയ വിധവയുടെ വീട്ടിൽ ഏലിയാവിനെ ഒളിപ്പിച്ചു. ദൈവത്തിന്റെ രഹസ്യ സ്ഥലങ്ങളിൽ ആമേൻ ഹല്ലേലൂയ അത്യുന്നതന്റെ മറവിൽ നിന്നെ ദൈവം ഒളിപ്പിച്ചു കഴിഞ്ഞാൽ ആമേൻ ആ രാജ്യത്തെ രാജാവോ ആ രാജ്യത്തെ സൈന്യമോ ആ രാജ്യം മുഴുവൻ തപ്പിപ്പെറുക്കി ഹല്ലേലൂയ നടക്കേണ്ടി വന്നാലും ഹല്ലേലൂയ നിന്നെ തൊടാൻ കഴിയത്തില്ല. അത്യുന്നതന്റെ മറവിലാണ് നീ. സർവശക്തന്റെ ആമേൻ ഹല്ലേലൂയ കീഴിലാണ് നീ. അങ്ങനെ വിശ്വസിക്കുന്ന ദൈവമക്കൾ കരങ്ങൾ അടിച്ചു ദൈവത്തെ ആ
എന്നെ മറയ്ക്കണമേ, എന്റെ കുഞ്ഞുങ്ങളെ മറയ്ക്കണമേ എന്ന് എത്ര പേര് പ്രാർത്ഥിക്കും. മുമ്പിൽ നിന്ന് ദൈവത്തിന്റെ ദൂതനിത ഇസ്രായേൽ സൈന്യത്തിന്റെ പുറകിലേക്ക് അവൻ ഭഗവാന് സൈന്യം അടുക്കാതെ വന്ന് ഇത് വന്നു നിന്നതുപോലെ ഇന്ന് പകൽ ഹല്ലേലൂയ നിന്നെ ആക്രമിക്കാൻ വരുന്ന ശത്രുവിനെ തടയാൻ ദൈവം തന്റെ ദൂതനെ ഇതാ ഹല്ലേലൂയ മുമ്പിൽ നിന്ന് പുറകിലേക്ക് വിടാൻ പോകുക. നിന്റെ വാഹന യാത്രയിൽ മുമ്പ് പിമ്പ് ദൈവത്തിന്റെ ദൂതന്റെ കാവൽ യേശുവിൻ നാമത്തിൽ വെളിപ്പെട്ടു വരാൻ പോകുക. പെട്ടെന്ന് വായിച്ചു നിർത്തിയേക്കാം. അവൻ എവിടേക്ക് ശക്തിയുള്ള സൈന്യത്തെ കുതിരകളും രഥങ്ങളുമായി അയച്ചു. അവർ രാത്രി ചെന്ന് പട്ടണം വളഞ്ഞു. ദൈവമനുഷ്യന്റെ ബാല്യക്കാരൻ രാവിലെ എഴുന്നേറ്റ് പുറത്തിറങ്ങിയപ്പോൾ ഒരു സൈന്യം കുതിരകളും രഥങ്ങളുമായി പട്ടണം വളഞ്ഞിരിക്കുന്നത് കണ്ടു. ബാല്യക്കാരൻ അവനോട്, അയ്യോ യജമാനനെ, നാം എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു. അതിനവൻ, പേടിക്കേണ്ട, നമ്മുടെ കൂടെ ഉള്ളവർ അവരോടുകൂടി ഉള്ളവരെക്കാൾ അധികം എന്ന് പറഞ്ഞു. പിന്നെ ഏലിശ പ്രാർത്ഥിച്ചു, യഹോവേ, ഇവൻ കാണത്തക്കവണ്ണം ഇവനെ കണ്ടു തുറക്കണമേ എന്ന് പറഞ്ഞു. യഹോവ ബാല്യക്കാരന്റെ കണ്ടു തുറന്നു. ഏലിശയുടെ ചുറ്റും അഗ്നിമയമായ കുതിരകൾ. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, ദൈവത്തിന്റെ അത്ഭുതകരമായ സംരക്ഷണം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ അത്ഭുതകരമായ സംരക്ഷണം. ആമേൻ. ആരാമ്യ സൈന്യം ആമേൻ തപ്പിപ്പിടിച്ച് എലീശ പ്രവാചകൻ ഇരിക്കുന്ന സ്ഥലത്ത് വന്ന് ആ പട്ടണം മുഴുവൻ വളഞ്ഞിരിക്കുകയാണ്. തന്റെ ബാല്യക്കാരൻ പേടിച്ചു ഉറച്ചുപോയി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ ഹല്ലേലൂയ, നമ്മളെ ആക്രമിക്കുവാൻ, നമ്മെ കൊന്നുകളയാൻ ഹല്ലേലൂയ വലിയൊരു സൈന്യം ഇതാ ഇവിടെ പാളയം അടിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവപുരുഷൻ ഒരു കാര്യം അറിയാം. ഹല്ലേലൂയ, അവൻ എന്റെ ദൈവം സംരക്ഷിക്കുന്ന ദൈവമാണ്, എന്റെ ദൈവം കരുതുന്ന ദൈവമാണ്, എന്റെ ദൈവം അവരുടെ മാലാഖമാരുടെ സൈന്യത്തെ കാവലിനായി ഒരുക്കുന്ന ദൈവമാണ്, എന്റെ ദൈവം സർവശക്തനാണ്. എലീശ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന സൈന്യത്തെ ഓടിക്കണമെന്നല്ല, സൈന്യത്തെ ഭയപ്പെടുത്തണമെന്നല്ല. അല്ലെങ്കിൽ പിന്നെയോ, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, ഇവന്റെ ഹൃദയത്തിന്റെ കണ്ണൊന്ന് തുറക്കണമേ, ഇവന്റെ ഉൾക്കണ്ണുകളെ തുറക്കണമേ. ദൈവത്തിന്റെ ശക്തി കാണുവാൻ, ദൈവത്തിന്റെ മഹത്വം കാണുവാൻ, ദൈവം ഒരുക്കുന്ന സംരക്ഷണ വലയം കാണുവാൻ, ദൈവം ഒരുക്കുന്ന മാലാഖമാരുടെ സൈന്യത്തെ കാണുവാൻ, ദൈവം തന്റെ ഭക്തന്മാർക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരുക്കുന്ന അത്ഭുത വഴികളെ കാണുവാൻ എന്റെ ദൈവമേ, ഇവന്റെ കണ്ണുകളെ തുറക്കണമേ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ പൈതലെ, നിന്റെ അകക്കണ്ണ് തുറക്കണം. അവൻ ദൈവത്തിന്റെ അത്ഭുതങ്ങളെ കാണുവാൻ, അവന്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണുവാൻ തക്കവണ്ണവന്റെ ഹൃദയ കണ്ണുകളെ തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കൂ. ദൈവത്തിന്റെ അത്ഭുതം നിന്റെ മുമ്പാകെ കാണാൻ പോകുകയാണ്. യെസ്, ആ വരണ്ട ഭൂമി ഒരു നീരുറവ അല്ലെങ്കിൽ ഹാഗറിന് വേണ്ടി തുറന്നതുപോലെ യേശുവിൻ നാമത്തിൽ നിന്റെ കണ്ണു തുറന്ന് നോക്കട്ടെ. ദൈവം നിനക്ക് വേണ്ടി ആ വരണ്ട ആ മരുഭൂമിയിൽ ഇതാ ഒരു നീരുറവ അവൻ ഒരുക്കാൻ പോകുകയാണ്. നിന്റെ കണ്ണു തുറന്ന് നോക്കട്ടെ. ഒരു ആട്ടിൻകുട്ടി കുരുങ്ങി കിടക്കുന്ന അത്ഭുത കാഴ്ച നീ കാണാൻ പോകുകയാണ്. നിന്റെ വാക്കുകൾ നിർത്തട്ടെ. ദൈവത്തിന്റെ കണ്ണു തുറന്നപ്പോൾ എന്താ കാണുന്ന കാഴ്ച? അഗ്നിമയമായ രഥങ്ങളും കുതിരകളും കൊണ്ട് വലം നിറഞ്ഞിരിക്കുന്ന കാഴ്ച. ഹല്ലേലൂയ. അവരോട് കൂടെ ഉള്ളവരെക്കാൾ അധികം നമ്മോട് കൂടെ സൈന്യങ്ങളുടെ അധിപതിയായ യഹോവയുണ്ട്. ഹല്ലേലൂയ. നീ പേടിക്കണ്ട, നീ ഒറ്റയ്ക്കല്ല, നീ തനിച്ചല്ല. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഒരു വലിയ സൈന്യം, ഒരു വലിയ ദൂത സൈന്യം, മാലാഖമാരുടെ ഒരു വലിയ ഗണം, അഗ്നിമയമായ കുതിരകൾ. ഹല്ലേലൂയ.
ആമീൻ. ആരെങ്കിലും അടുത്തവർ കത്തിപ്പോകും. അഗ്നിമയമായ രഥങ്ങളാ. ഹല്ലേലൂയ. അഗ്നിമയമായ രഥങ്ങളും അഗ്നിക്കുതിരകളും ഇതാ മനം നിറഞ്ഞിരിക്കുന്ന കാഴ്ച. അതിന്റെ മുകളിൽ മാലാഖമാർ, അല്ലെങ്കിൽ ആയുധധാരികളായ മാലാഖമാർ ഇതാ ജനങ്ങൾ വിരിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ദാവീദ് പറയുന്നത്, സൈന്യം എന്നതിനെ പാളയം ഇറങ്ങിയാലും ഞാൻ ഭയപ്പെടുകയില്ല. ഹല്ലേലൂയ. ഞാൻ മുമ്പോട്ട് പോയ സമയം പോകും. നമുക്കുള്ള ദൈവത്തിന്റെ സംരക്ഷണം തിരിച്ചറിയുക, നമ്മളുടെ ദൈവത്തിന്റെ സ്നേഹം തിരിച്ചറിയുക. പലപ്പോഴും അത് മനസ്സിലാക്കാതെ എത്ര പ്രാവശ്യം ദൈവം നമ്മളെ സംരക്ഷിക്കും. ഏറ്റു പറയാം, ആ ക്രൂശിലേക്ക് നമുക്ക് നടത്തിയില്ല. ആ ക്രൂശിൽ നമുക്ക് വേണ്ടി ജീവനെ തന്ന ആ പ്രാണനാഥനായ യേശുവിന്റെ അടുക്കലേക്ക് നമുക്ക് വരാം. കർത്താവെ, ഞാൻ നിന്നെ മറന്ന് ജീവിച്ചു പോയി. ഞാൻ പലപ്പോഴും നിന്റെ ശക്തിയെ മനസ്സിലാക്കാൻ കഴിയാതെ പോയി. എന്നോട് ക്ഷമിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. മരിച്ചവരെ ജീവിപ്പിക്കുന്ന ദൈവം, അബ്രഹാമിന്റെയും സാറയുടെയും നിർജീവാവസ്ഥയിൽ ഹല്ലേലൂയ ഈ ഉണങ്ങിയ അസ്ഥികൾ ജീവിക്കും. അതിനോട് പ്രവചിക്കുക. അതൊരു സൈന്യമായി മാറും. ഈ അബ്രഹാമിന്റെയും സാറയുടെയും നിർജീവാവസ്ഥയിൽ അല്ലെങ്കിൽ അവരെ യുവത്വത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന് തലമുറകളെ നൽകിയ നാഥൻ ഇന്ന് പകൽ സമയം നമ്മുടെ നടുവിലുണ്ട്. അബ്രഹാമിൻ ദൈവം, ഇസ്ഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാ. അബ്രഹാമിൻ ദൈവം, ഇസ്ഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാ. ഈ വചനം ഭയങ്കര സംഭവമാണ്. ബാല്യക്കാരന്റെ അവന് കണ്ട് വിറച്ചു പോകും. അവനിപ്പോ ബാല്യക്കാരൻ ആത്മാവിലല്ല എന്നുള്ള കാര്യമാണ് ശരി. അപ്പൊ പ്രവാചകൻ അഭിഷേകത്തിന്റെ കൂടെ ഉണ്ടായിട്ടും അവൻ അഭിഷേകത്തിൽ അല്ലായിരുന്നു. അയ്യോ യജമാനൻ, നാം എന്ത് ചെയ്യും? അകത്തിരിക്കുന്നവൻ കണ്ടുകൊണ്ട് പറയുക, ഭയപ്പെടേണ്ട, അവരോട് കൂടെ ഉള്ളവരെക്കാൾ പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുന്ന ഒരാളിന് അത് എപ്പോഴങ്ങനെ ആ വേറിട്ട ആരാധനയുടെ ഗുണം അങ്ങനെയാണ്. നമ്മൾ വായിച്ച സങ്കീർത്തനം 34 സങ്കീർത്തനം അതിന്റെ 17-ാമത്തെ വചനം ഒന്ന് തൊട്ടേച്ച് പോകാം. നിർത്താൻ നീതിമാന്മാർ നിലവിളിച്ചു, യഹോവ കേട്ടു, സകല കഷ്ടങ്ങളിൽ നിന്നും ഇങ്ങനെ എല്ലാ കഷ്ടങ്ങളിൽ നിന്നും അവരെ വിടുവിച്ചു. അടുത്തത് ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സിലാവുന്നവരെ അവൻ രക്ഷിക്കുന്നു. അപ്പൊ അതുകൊണ്ട് നിങ്ങളൊന്നും ബലപ്പെടുക, ചുമ്മാ ആവശ്യമില്ലാതെ ചിന്തിക്കുന്നേ. അടുത്തവനെ കണ്ട് പിടിച്ചിറങ്ങരുത്. ചിലർക്ക് ആരും പറഞ്ഞു കൊടുത്താൽ ചെയ്തു അതുപോലെ. ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കരുത്. നിനക്കൊന്ന് തീരുമാനം ഉണ്ടാക്കിയത്. അതുപോലെ അഭിഷേകത്തിലെ ആരാധിക്കാവൂ. അഭിഷേകമില്ലാത്ത ആരാധനയ്ക്ക് പോകുന്നതിനെ കാട്ടിലും നീ പഴയ ആളായിട്ട് ജീവിക്കുന്ന വ്യക്തി. ദൈവത്തെ ആരാധിക്കുകയാണെങ്കിൽ വൃത്തിക്ക് ഇറങ്ങി, പഠിക്കാൻ ഇറങ്ങിയാൽ വൃത്തിക്ക് പഠി, ചെയ്യാൻ ഇറങ്ങിയാൽ വൃത്തിക്ക് ചെയ്യും. മുറ്റം തൂക്കാൻ തുടങ്ങിയാൽ ചിലർ മുറ്റം തൂക്കും. ഒരിക്കൽ ഇങ്ങനെ രാവും, അപ്പം ഇങ്ങനെ ഇടയ്ക്കുള്ള അവിടെ കിടക്കും. വീട് തൂക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരാൾ ഇങ്ങനെ തൂക്കും, അടുത്ത അപ്പം തൂക്കും. അപ്പൊ ഇവിടെ അവിടെ കിടക്കും. ക്ലിയർ ആയിരിക്കണം ചെയ്യുന്ന കാര്യം. അങ്ങനെ ചെയ്യുന്നതിന്റെ സ്ഥിതി മാറും. അതുകൊണ്ട് ആരാധിക്കുന്നവൻ വൃത്തിക്ക് ആരാധിക്കും, ഇല്ലെങ്കിൽ ബലപ്പെടും.
എപ്പോഴും പരിശുദ്ധാത്മാവിന് വേണ്ടി ബാല്യക്കാരനെ കണ്ണ് തുറക്കാൻ വേണ്ടി ഏലിശ പ്രാർത്ഥിച്ചു. അവന് കണ്ണ് തുറന്ന പിന്നെയാണ് അടങ്ങി. ഇതുപോലെ ഇന്ന് നിങ്ങളുടെ കണ്ണുകൾ തുറന്നിരുന്നെങ്കിൽ നിങ്ങളുടെ അമ്മ വിളിച്ചതിനോട് ധൈര്യം വചനപ്രകാരം അറിയുന്ന ആൾക്കാർ സഭയിൽ വിളിച്ചുകൊണ്ട് നമ്മുടെ ആരാധന വ്യത്യസ്തമാണ്. നമ്മുടെ പ്ലാൻ എന്താ? നിത്യജീവൻ പ്രാപിക്കാൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഏറ്റവും നല്ലതും പറ്റും. ശരി, എല്ലാ കണ്ണും പറഞ്ഞിരിക്കും. കർത്താവെ അങ്ങേ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, മഹത്വപ്പെടുത്തുന്ന സമയത്തിനായി സ്തോത്രം, കൃപയ്ക്കായി സ്തോത്രം, എല്ലാവർക്കായി സ്തോത്രം. ഞാനും ആന്റിയും മകളെ കാത്തു സൂക്ഷിച്ചതിനായി സ്തോത്രം, കൃപ നിറച്ചതിനായി അവർ പോകുന്നുണ്ട് യാത്രയ്ക്ക് മേലെ ഇരിക്കുന്നതിനായി, ദൈവങ്ങളുടെ വചനം തന്നതിനായി, ജനങ്ങളെല്ലാം അനുഗ്രഹിച്ച് മാനിച്ചതിനായി, ആദ്യമായി കടന്നു വന്ന സുജാതി അതുപോലെ തന്നെ ആ അമ്മച്ചിയ മകനെയും എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. സുരേശ്വര കുടുംബം അനുഗ്രഹിക്കുന്നു. പുതിയൊരു കുടുംബം ഇനി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നാം എല്ലാം പ്രാർത്ഥിക്കുമ്പോൾ വിഷയങ്ങളിലെ ഓർത്ത് ശക്തിയോടെ രാജാവിനെ പ്രാർത്ഥിച്ചാൽ സ്തോത്രം 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 സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, വന്ദിക്കുന്നു. സർവ്വപിതാവാന്തേമേ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഈ ഞായറാഴ്ച ഈ സമയത്ത് ഒരിക്കൽ കൂടി പലർത്താഴ്ച ഞങ്ങളെ കടന്നു വന്ന് കർത്താവെ അങ്ങേ ആരാധിപ്പാൻ തക്കൊണ്ട് നൽകിയ കരുണയ്ക്കും കൃപയ്ക്കുമായി സ്തോത്രം കർത്താവെ. ഈ കഴിഞ്ഞ ഒരാഴ്ച കാലം ഞങ്ങളെ കാത്തിരക്ഷിച്ച് പരിപാലിച്ച അങ്ങയുടെ വൻകൃപകൾക്കായി സ്തോത്രം കർത്താവെ. അനേവരി ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടപ്പോൾ കർത്താവെ ഒരിക്കോടി ഞങ്ങൾക്ക് അങ്ങേ ആരാധിപ്പാൻ തക്കൊണ്ട് ഞങ്ങൾക്ക് സമയം തന്നതിനാൽ സ്തോത്രം കർത്താവെ. നല്ല ആരാധന നൽകി അനുഗ്രഹിച്ചതിനാൽ സ്തോത്രം ചെയ്യുന്നു കർത്താവെ. കർത്താവെ വിടുതൽ നൽകിയതിനാൽ സ്തോത്രം ചെയ്യുന്നു കർത്താവെ. നല്ല വചനം കൂടി അടികളോട് സംസാരിച്ചതിനാൽ സ്തോത്രം ചെയ്യുന്നു കർത്താവെ. കൂടി വന്നിരിക്കുന്ന മക്കളെ എല്ലാം കർത്താവെ പേരുപേരായി ആളാം പ്രതി അവിടുത്തെ കരങ്ങളിൽ പരിമേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ അനുഗ്രഹങ്ങളാലും നല്ല ദാനങ്ങളാലും നിറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. രോഗത്തിലെ ദുഃഖത്തിലെ ദാരിദ്ര്യ ബുദ്ധിമുട്ടുള്ള പ്രയാസത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ പരിപൂർണമായ ഒരു വീട് നൽകി അങ്ങയുടെ നാമം മാറ്റിയിരിക്കപ്പെടുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കും കർത്താവെ. കർത്താവെ ശുശ്രൂഷിച്ച് കർത്താവെ ദാസനെ കുടുംബമായ അവിടുത്തെ കരങ്ങളിൽ പരിമേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ അനുഗ്രഹങ്ങളാലും നല്ല ദാനങ്ങളാലും നിറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ശുശ്രൂഷകളെ അനുഗ്രഹിച്ചു മാനിക്കണം കർത്താവ്. അനേക കാര്യങ്ങളെ നേടുവാൻ തക്കവണ്ണം അങ്ങേക്ക് വേണ്ടി നേടുവാൻ തക്കവണ്ണം ശുശ്രൂഷ അനുഗ്രഹിച്ചു മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കും കർത്താവെ. വചനം ശുശ്രൂഷിച്ച ദാസനെ അവിടുത്തെ കരങ്ങളിൽ പരിമേൽപ്പിച്ച് പ്രാർത്ഥിക്കും കർത്താവെ. എല്ലാ അനുഗ്രഹങ്ങളാലും നല്ല ദാനങ്ങളാലും നിറക്കണം കർത്താവെ. കർത്താവെ ശുശ്രൂഷകൾ അനുഗ്രഹിക്കപ്പെടുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കൂടി വന്നിരിക്കുന്ന കർത്താവെ നിന്റെ മക്കളെല്ലാവരെയും ഒരിക്കൽ കൂടി അവിടുത്തെ കരങ്ങളിൽ പരിമേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിച്ച എല്ലാ വിഷയത്തെയും കർത്താവെ നസറനായ യേശുവിന്റെ രക്തത്താൽ മുദ്രയിട്ട് പിതാപുത്ര പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അടിയങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന യാചനം കേട്ട കൃപയ്ക്കായി സ്തോത്രം. യേശുവിന്റെ വിലയിൽ നാം താഴ്മ വേണ്ടി കൃപയോട് കേൾക്കുമാറാകണമേ. അവൻ നമ്മുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. അവൻ നമ്മെ തൊട്ടതിനായി സ്തോത്രം. നമ്മെ നിറച്ചതിനായി സ്തോത്രം. കാത്ത് പരിപാലിച്ചതിനായി സ്തോത്രം ചെയ്യാം. തന്റെ വചനത്തിനായി തന്റെ സങ്കീർത്തനത്തിനായി എല്ലാത്തിനായി സ്തോത്രം ചെയ്യാം. പിതാവാൻ ദൈവത്തിന്റെ സ്നേഹവും സമാധാനവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടം നിന്റെ മക്കളോട് നിന്റെ മക്കളെ എല്ലാ വിഷയത്തിലും പ്രയാസം എന്ന് നീ ഇവിടെ ഉണ്ടായിരിക്കുമാറാകട്ടെ. എന്ന കർത്താവിനെ സിയോൻ ഫയർ മിനിസ്ട്രി, കോളേജ് റോഡ്, പത്തനംതിട്ട. ഞങ്ങളുടെ ടെലിഫോൺ നമ്പർ 9645102121 9387948179. ഇമെയിൽ firegardenpta@gmail.com.